السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أصلي صلاة تملأ الأرض والسماء على من له على العلا متبوأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ ബറക്കത്തിന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഈ റജബിൻ വശഅബാൻ റജബിലും ശഅബാനിലും വബല്ലിഗ്നാ ഞങ്ങളെ നീ എത്തിക്കണമേ റമളാൻ റമളാനിലേക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്നും ദുആ ചെയ്യാം. ഫീ റജബ വശഅബാൻ എന്നും ദുആ ചെയ്യാം. രണ്ടും ശരിയാണ്. വബല്ലിഗ്നാ റമളാൻ എന്നും ദുആ ചെയ്യാം. വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നും ദുആ ചെയ്യാം. കൂടുതൽ റിവായത്തുകളിൽ വന്നിട്ടുള്ളത് വബല്ലിഗ്നാ റമളാൻ എന്ന് ശഹ്റ ഇല്ലാതെയാണ്. ബർക്കത്ത് എന്ന് റാഇന് സുക്കൂനല്ല, ബറക്കത്ത് എന്ന് റാഇന് ഫതഹാണ് പറയേണ്ടത്. ബറക്കത്ത്, ബർക്കത്ത് എന്നത് മലയാളമാണ്, അറബിയിൽ ബറക്കത്ത് എന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീ റജബിൻ വശഅബാൻ റജബിലും ശഅബാനിലും വബല്ലിഗ്നാ ഞങ്ങളെ നീ എത്തിക്കണമേ റമളാൻ റമളാനിലേക്ക് എത്തിക്കണമേ. എല്ലാ വിഷയങ്ങളും ബറക്കത്തുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ചില നാടുകൾ ബറക്കത്തുള്ള നാടുണ്ടാവും, ചില നാട് ബറക്കത്തില്ലാത്ത നാടുണ്ടാവും. ചില മനുഷ്യന്മാര് ബറക്കത്തുള്ളവരുണ്ടാവും, വേറെ ചില മനുഷ്യന്മാര് ബറക്കത്തില്ലാത്തതുണ്ടാവും. ബറക്കത്തുള്ള സമ്പത്തുണ്ട്, ബറക്കത്തുള്ള മക്കളുണ്ട്, ബറക്കത്തുള്ള വീടുണ്ട്, ബറക്കത്തുള്ള വാഹനമുണ്ട്, ബറക്കത്തുള്ള ആയുസ്സുണ്ട്, ബറക്കത്തുള്ള ഭക്ഷണമുണ്ട്. എല്ലാ വിഷയങ്ങളിലും ബറക്കത്തുള്ള മരങ്ങളുണ്ട്, ബറക്കത്തുള്ള ചെടികളുണ്ട്.
ബറക്കത്തുള്ള കല്ലുകളുണ്ട്, ബറക്കത്തുള്ള പുഴയുണ്ട്, ബറക്കത്തുള്ള വെള്ളമുണ്ട്. നിനക്ക് ഓപ്പോസിറ്റ് ബറക്കത്തില്ലാത്തതുണ്ടോ? എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിനെ തിരഞ്ഞെടുക്കണം, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാം. ബറക്കത്തിന്റെ മാസമാണ് റജബ് മാസം. റജബുൻ അവ്വലു ശുഹൂരിൽ ബറക അൽ മുൻഖിദതു മിൻ കുല്ലി ഫിത്നത്തിൻ വഹൽക. റജബ് മാസം ബറക്കത്തിന്റെ ഒന്നാമത്തെ മാസമാണ്. അപ്പൊ രണ്ടാമത്തതോ ശഅബാൻ, അപ്പൊ മൂന്നാമത്തതോ റമദാൻ, അപ്പൊ നാലാമത്തതോ ശവ്വാൽ. അങ്ങനെ ബറക്കത്ത് എണ്ണുമ്പോൾ റജബ് മുതൽ എണ്ണും, മാസം എണ്ണുമ്പോൾ മുഹറം മുതൽ എണ്ണും. ബറക്കത്ത് എണ്ണുമ്പോൾ റജബ് മുതൽ അങ്ങോട്ട് എണ്ണും. എല്ലാ മാസം ബറക്കത്തുള്ള എണ്ണയാണ്. ഒന്ന് റജബാണ്, രണ്ട് ശഅബാനാണ്. അപ്പൊ റജബ് മുതൽ അങ്ങോട്ടാണ് ബറക്കത്തിന്റെ എണ്ണൽ എണ്ണുക. റജബിന് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ബറക്കത്ത് എന്താണുള്ളത്? അതുമാണ് റജബിലെ ബറക്കത്ത് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. ശഅബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കലാണ്. റമദാനിലെ ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലാണ്. ശഅബാനിലെ ബറക്കത്ത് കുടുംബ ജീവിതത്തിന്റെ ബറക്കത്താണ്. ശവ്വാലിലെ ബറക്കത്ത്, ദുൽഖഅദയുടെ ബറക്കത്ത് ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ദുൽഹിജ്ജയുടെ ബറക്കത്ത് വലിയ പെരുന്നാളാണ്. അങ്ങനെ ഓരോന്നിലും ബറക്കത്തിന്റെ അടിസ്ഥാനങ്ങളുണ്ട്. ബറക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും ഒരു നാടിന്റെ ബറക്കത്താണ്. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ്. അഫ്ളലു തുർബത്തുൽ അർദി തുർബത്തുൽ മദീന ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ്. ഒരു നാടിന് എങ്ങനെ ബറക്കത്തുണ്ടാകുക? നാട്ടുകാർക്ക് ബറക്കത്തുണ്ടാകുമ്പോഴാണ് നാടിന് ബറക്കത്തുണ്ടാകുക. മദീനയുടെ ബറക്കത്ത് മുത്ത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി തങ്ങൾ കിടന്നുറങ്ങുന്നു എന്നതാണ് മദീനയുടെ ബറക്കത്ത്. ഇടിയങ്ങരയുടെ ബറക്കത്ത് എന്താണ്? ആ കിടക്കണ മനുഷ്യനാണ്. മമ്പർത്തിന്റെ ബറക്കത്ത് എന്താണ്? മമ്പർ തങ്ങളാണ്. പാണക്കാടിന്റെ ബറക്കത്ത് എന്താണ്? പാണക്കാട് തങ്ങളാണ്. വരക്കലത്തെ ബറക്കത്ത് എന്താണ്? മുല്ലക്കോയ തങ്ങളും ശംസുൽ ഉലമയുമാകുന്നു. ഒരു നാടിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ ബറക്കത്താണ് ഒരു നാടിനുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ നാടിന്റെ ബറക്കത്ത് ആ കിടക്കണ മനുഷ്യനാണ്. ഏറ്റവും ബറക്കത്തുണ്ടാകുക ശുഹദാക്കളുള്ള നാട്ടിലായിരിക്കുമെന്നാണ്. ഷഹീദായ ആളുകൾ ശുഹദാക്കന്മാരുണ്ടാകുക. ഉദാഹരണം ബദർ, വേറെ ഉദാഹരണം ഉഹുദ്. മദീനയുടെ നിയന്ത്രണം തന്നെ ഉഹുദിലാണെന്നാണ്. ശുഹദാക്കന്മാര് മറവട്ട നാട് ഏറ്റവും ബറക്കത്തുള്ള നാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു നാടിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ നാടിലുള്ള മനുഷ്യന്മാരുടെ ബറക്കത്താണ്. ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവർ. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ താമസമാക്കി. മിസ്ർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈജിപ്ത്, പഴയ മിസ്ർ ഇന്നത്തെ ഈജിപ്താണ്. ഈജിപ്തിൽ താമസമാക്കി. നൈൽ നദി ഈജിപ്തിലാണുള്ളത്. നൈൽ നദിയുടെ ഒരു കരയിലായിരുന്നു മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം താമസിച്ചത്. ഒരു ദിവസം നൈൽ നദിയുടെ മറുകരയിലുള്ള ആളുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യൂസുഫേ, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് താമസിക്കണത്? അപ്പൊ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ അവിടെ വന്ന് പാർത്താല് അവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം, അതുകൊണ്ടൊന്ന് വരണല്ലോ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഈ നാട്ടുകാർക്കൊക്കെ പൈസ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ വന്ന് അവിടെ ഉണ്ടാവുക. യൂസുഫ് നബി അലൈഹിസ്സലാം നൈലിന്റെ ഒരു കരയിൽ താമസിച്ചു. വലിയ സമ്പത്തുണ്ടായി. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും റേഷൻ കൊടുക്കാൻ മാത്രം സമ്പത്ത് ഒരു കാലഘട്ടത്തിൽ മിസ്ർ എന്ന ഈജിപ്തിലുണ്ടായി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഭരണാധികാരിയാവുകയൊക്കെ ചെയ്തു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വരാം.
ഒരു മനുഷ്യനെ അവനാദ്യം വിശ്വാസമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെ വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാന്നുള്ളതാണ് വലിയൊരു സംഗതി. യൂസുഫ് നബി പറഞ്ഞു എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം കൈക്കോട്ടെ വരാറുണ്ട്. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം നൈലിന്റെ മറുകരയിൽ പോയി താമസമാക്കി. നാട്ടുകാർ വിചാരിച്ച മാതിരി തന്നെ അവർക്ക് പൈസ ഉണ്ടായി. പെരപ്പണിയൊക്കെ തീർന്ന് കടക്ക വീടി, കൃഷിയൊക്കെ ഉഷാറായി, ജലസേചനം നടന്നു, വലിയ സമ്പത്തും വലിയ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം മടങ്ങിപ്പോരുന്നതിന്റെ മുമ്പ് അവിടെ വെച്ച് വഫാത്തായി. വഫാത്തായപ്പോ ഒരു തർക്കമുണ്ടായി. അക്കരമുള്ള ആൾക്കാർ പറഞ്ഞു, അമ്പിയാക്കളെ എവിടുന്ന വഫാത്തായെന്ന് വെച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യണമെന്നാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇക്കരമുള്ള ആൾക്കാർ പറഞ്ഞു, ഒന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങളെ നാട്ടുകാരനാണ്, തൽക്കാലം കുറച്ചു കാലം ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടെ മറവ് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇക്കരമക്കാര് പറഞ്ഞു തരൂലാന്ന്. അക്കരമക്കാര് പറഞ്ഞു തരല്ലാതെ വേറെ വൈദ്യൊന്നുമില്ല, കൊണ്ടുപോകും പറഞ്ഞു. ഇക്കരമക്കാര് പറഞ്ഞു നമ്മളൊന്ന് കൊണ്ടേക്കാണിയാണ്. അക്കരമക്കാര് പറഞ്ഞു നമ്മളൊന്ന് തരാതെ നോക്കാണിന്ന് പറഞ്ഞു. അങ്ങനെ ഹത്തായ എക്കത്തിലു എന്ന് തഫ്സീറുകളിലുണ്ട്. പരസ്പരം രണ്ട് നാട്ടുകാരും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസയ്ക്ക് വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യാനൊരുങ്ങി. ആ സമയത്ത് രണ്ട് നാട്ടിലെയും കാദിമാർ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എങ്ങോട്ടും കൊണ്ടോണ്ട, നൈൽ നദിയുടെ നടുവിൽ ഒരു പെട്ടിയിലാക്കി യൂസുഫിനെ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കിയാണ് മറവ് ചെയ്തത്. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചില ആളുകൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസയെ കുറിച്ചുള്ള വിവരം അല്ലാഹു സ്വപ്നം മുഖേനയായി വഹി നൽകുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ നൈൽ നദിയിൽ നിന്ന് എടുത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തു. ഇബ്രോൻ എന്നതിന്റെ പഴയ പേര് ഹറം ഇബ്രാഹിം എന്നാണ്. അവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഖബർ ഉള്ളത് അവിടെയാണ്, ഇബ്രോനിലാണ്. അതൊരു വിശാലമായ പള്ളിയാണ്. ആ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഖബർ ഉള്ളത്. അങ്ങനെ യൂസുഫ് നബി അവിടെ എത്തിയത് കുറെ കാലങ്ങൾക്ക് ശേഷം. ഒരു ബറക്കത്തുള്ള മനുഷ്യൻ ഒരു നാട്ടിൽ കുറച്ചു നേരം ജീവിച്ചാൽ തന്നെ നാട്ടുകാർക്കൊക്കെ ബറക്കത്തുണ്ടാവും എന്നുള്ളതാണ്. ചില ആളുകൾ, ചില മനുഷ്യന്മാര് വലിയ ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവും. ചില നാടുകൾ വലിയ ബറക്കത്തുള്ള നാടുണ്ടാവും. വീടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോൾ ആദ്യം നാടാണ് അന്വേഷിക്കേണ്ടത് എന്നാണ്. ബറക്കത്തുള്ള നാട്ടിൽ താമസിച്ചാൽ ബറക്കത്തുണ്ടാവും. ആദ്യം ഏത് നാട്ടിൽ താമസിക്കണം എന്നതാണ് അന്വേഷിക്കേണ്ടത്. അവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, പരമാവധി ജന്മനാട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ സ്ഥലം മാറി താമസിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നാട് മാറി താമസിച്ചവർ സമൂഹത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുമെന്നതാണ് കാരണം. അതുകൊണ്ട് പരമാവധി നാട്ടിൽ തന്നെ താമസിക്കലാണ് ഏറ്റവും നല്ലത്. നാട് മാറി താമസിച്ചവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. പക്ഷെ ആൾക്കാരെ അറിയും, നിങ്ങൾ അക്രിമുൽ ഖുറബ, നിങ്ങൾ വിദേശികളെ ബഹുമാനിക്കണമെന്നും ഫഇന്നി മിനൽ ഖുറബ, ഞാൻ വിദേശികളിൽപ്പെട്ട ആളാണെന്നും അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിദേശികൾക്ക് നല്ല ബഹുമാനം കൊടുക്കണം. ബംഗാളികൾക്കൊക്കെ വലിയ ആദരവ് കൊടുക്കണം, അണ്ണാച്ചികൾക്ക് വലിയ ബഹുമാനം കൊടുക്കണം. വിദേശികളെ ബഹുമാനിക്കാൻ ശരിക്കും വേണ്ടത്. പക്ഷെ നമ്മളെ നാടിൻ്റെ ഒരു പ്രകൃതി എന്താ വെച്ചാൽ 20 കൊല്ലം കഴിഞ്ഞാലും പറയും ഓരിവിടെ വന്ന് പാർത്തതാണ്. വർത്താനം കേട്ടാൽ തോന്നുമ്പോൾ ആദ്യം നബിൻ്റെ ഒപ്പം ഇവിടെ വന്ന് പാർത്തതായിരുന്നു. എല്ലാവരും വന്ന് വാർത്ത തന്നെയല്ലേ. പക്ഷെ നമ്മളെ നാട്ടിലൊരു സ്വഭാവം അങ്ങനെയാണ്. നാട് മാറി താമസിച്ചവർ ഇൻസൾട്ട് ചെയ്യപ്പെടും. അതിനാൽ പരമാവധി നാട് മാറാതിരിക്കലാണ് നല്ലത്. മാറുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, മാറുകയാണെങ്കിൽ ബറക്കത്തുള്ള നാട്ടിലേക്ക് മാറണം.
അപ്പൊ ഒരു വീട് വെക്കാൻ വേണ്ടി സ്ഥലം തരുമ്പോ ആദ്യം ബറക്കത്തുള്ള നാടാണ് അന്വേഷിക്കേണ്ടത്. ചില നാടുകൾ ബറക്കത്തുള്ള നാടുണ്ടായിരിക്കും, ചില നാടുകൾ ബറക്കത്ത് കുറഞ്ഞ നാടുണ്ടായിരിക്കും. പിന്നെ രണ്ടാമത് വീടിന്റെ ബറക്കത്താണ്. വീട്ടിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. വീടിന്റെ ബറക്കത്ത് വീട്ടുകാരുടെ ബറക്കത്താണ്. നിരിക്ക് മോനെ, മോനെ നിരിക്ക് പോവാ, സ്ഥലം കാണില്ല. രണ്ടാമത്തത് വീടിന്റെ ബറക്കത്താണ്. ഞാന് ഓർഡർ അനുസരിച്ചല്ല പറയണ കേട്ടോ. ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ ഒന്നാമത് ഒരു മനുഷ്യന്റെ ബറക്കത്ത് തന്നെയാണ്, രണ്ടാമത് അവന്റെ മക്കളുടെ ബറക്കത്താണ്. ഓർഡർ അനുസരിച്ചല്ല. വീട് ബറക്കത്തുള്ള വീടുണ്ടാവും, ബറക്കത്തില്ലാത്ത വീടുണ്ടാവും. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു, മക്കളും പേരക്കുട്ടികളുമായി സന്താനങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോ മക്കളും പേരക്കുട്ടികളും ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി, സമ്പത്ത് നഷ്ടപ്പെടാനും തുടങ്ങി എന്ന് പറഞ്ഞപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിക്കൊള്ളുക. ബറക്കത്തില്ലാത്ത വീടിന് രണ്ട് അടയാളങ്ങളാണ്. ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ. മരിക്കാൻ മനുഷ്യന്മാര് മരിക്കും, പക്ഷെ ഒരു പെരയില് ഇടക്കിടക്ക് ഓരോരുത്തർ മരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ബറക്കത്ത് കുറഞ്ഞതിന്റെ അടയാളമാണ്. രണ്ടാമത് എത്ര പൈസ ഉണ്ടായാലും തികയില്ല എന്നത് വീടിൽ ബറക്കത്ത് കുറഞ്ഞതിന്റെ അടയാളമാകുന്നു. അതിന് നമ്മളെ നാട്ടിൽ ഓട്ടക്കല്ല് എന്ന് പറയും. കിട്ടായിട്ടല്ല, കാണാനില്ല, ബറക്കത്ത് കുറഞ്ഞതിന്റെ അടയാളമാണ്. അപ്പൊ വീടിൽ ബറക്കത്ത് കുറഞ്ഞതിന് രണ്ട് അടയാളങ്ങളാണുള്ളത്. ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ നടക്കലാണ്, മറ്റൊന്ന് കയ്യിൽ സമ്പത്ത് വരുന്നുണ്ടെങ്കിലും ശേഖരിക്കാൻ ഒന്നുമില്ലാതെ വന്നതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭക്ഷണവും, രണ്ട് മരുന്നും കടമായി വരിക. പെരപ്പണി ഉണ്ടായാൽ കടം ഉണ്ടാവും, കുട്ടികളെ കെട്ടിച്ചാൽ കടം ഉണ്ടാവും. അതേ സമയത്ത് ഒജീനും കടാകാൻ പാടില്ലല്ലോ, മരുന്നും കടാകാൻ പാടില്ലല്ലോ. ഭക്ഷണം കഴിച്ചതും മരുന്നും കടമായി വരുന്നു എങ്കിൽ അതാണ് സമ്പത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്ന സംഗതി. ബറക്കത്ത് കുറഞ്ഞാലുണ്ടാവും എന്നാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ അൽ-ബഖറ സൂറത്ത് ഓതണമെന്നാണ്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടില് പള്ളിയിൽ നിന്ന് മൊല്ലാക്കാർ വന്നിട്ട് വീടുകളിൽ ഓത്ത് പതിവുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നാട്ടിൽ കുടിയോത്ത് എന്നാണ് അതിന് പറയാ. വീട്ടിൽ വന്നിട്ട് ഓതും. മൊല്ലാക്ക ഒന്നെങ്കിൽ അസറിന്റെ ശേഷം അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഓതും. രണ്ട് തരം ഓത്തുണ്ട്. ഒന്ന് അൽ-ബഖറ ഓതലുണ്ട്, രണ്ടാമത്തേത് ഖത്തം തീർക്കണ ഓത്തുണ്ട്. കൂടുതൽ സ്ഥലത്ത് ഓത് അൽ-ബഖറ. സൂറത്തുൽ ബഖറ തല മുതൽ ഓതും, അൽ-ബഖറ തീർന്നാൽ തലക്കെന്ന് പിരിഞ്ഞു ഓതും. അങ്ങനെയാണ് ഓതുക. ചിലയിടത്തൊക്കെ ഖത്തം തീർക്കണ ഓത്തുണ്ട്. കന്നിമാസത്തിൽ നെല്ലൊക്കെ കൊയ്ത് നെല്ലുണ്ടാവുമ്പോ അവർക്ക് ഒരു ചാക്കോ അരച്ചാക്കോ നെല്ല് കൊടുക്കും ഓതാൻ വരുന്ന മൊല്ലാക്കാർക്ക്. മൊല്ലാക്ക അതുകൊണ്ട് ജീവിച്ചു പോവുകയും ചെയ്യും. അപ്പൊ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ അൽ-ബഖറ സൂറത്ത് ഓതണമെന്നാണ്. അപ്പൊ അതാണ് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടത്. പിന്നെ കുറെ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മക്കളിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളിലെ ബറക്കത്ത്, മക്കളിൽ ബറക്കത്ത് പറഞ്ഞാല് ചില ആൾക്കാർക്ക് 10 മക്കളുണ്ടാവും, ആവശ്യമേക്ക് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ചെറുച്ചനേ ഉള്ളൂ, എല്ലാത്തിനും ഓൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ആള് ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടാവും.
അതാണ് മക്കളിലെ ബർക്കത്ത് പറയുന്നത്. ബർക്കത്തില്ലാത്ത മക്കൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബർക്കത്തുള്ള ഒന്നുണ്ടായാൽ തന്നെ ഉഷാറായി എന്നുള്ളതാണ് മക്കളിലെ ബർക്കത്ത്. 5 കാര്യങ്ങൾ ചെയ്താലാണ് മക്കളിൽ ബർക്കത്ത് ഉണ്ടാകുക. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിൽ ബർക്കത്ത് കൂടുതലുണ്ടാവും. വേണ്ടാന്ന് കരുതിയപ്പോൾ ഉണ്ടായതാണെങ്കിൽ ബർക്കത്ത് പറയും. അത് ഏത് സാധനം അങ്ങനെയാണ്, മക്കളെ മാത്രമല്ല. ഒരു ഫോണ് കിട്ടിയെങ്കിൽ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഒരു ഫോൺ കിട്ടിയാൽ നല്ല ബർക്കത്ത് ഉണ്ടാവും. ഒരു ഫോണ് നല്ലത് ഉണ്ടായിരിക്കെ രണ്ടാമത്തെ ഒന്നുകൂടി കിട്ടിയാൽ ബർക്കത്ത് കുറവേക്കാറ്. ആഗ്രഹിച്ച് കിട്ടുന്നതിന് ബർക്കത്ത് കൂടുതലാണ്, ആഗ്രഹമില്ലാതെ ലഭിക്കുന്നതിന് ബർക്കത്ത് കുറവായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം എന്നതാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ ആഗ്രഹിച്ചിട്ടല്ല കിട്ടുന്നത്. 3 കൊല്ലത്തിന് കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിച്ചു നിന്നതായിരുന്നു. പക്ഷെ 1.5 കൊല്ലമായപ്പോൾ ഇതിനാണ്ട് ഉണ്ടായി. എന്താ കാട്ട പഠിച്ചോ നന്നതല്ലേ വാങ്ങല്ലാതെ എന്ന് പറയും. ആഗ്രഹിച്ച് കിട്ടിയതല്ല, കുടുങ്ങിയിട്ട് വാങ്ങിയതാണ്. ബർക്കത്ത് കുറവായിരിക്കും. അവൻ നാളെ അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു, ഇനിയിപ്പോ എന്താ കാട്ടുക ചോദിച്ചു. ഇനിയിപ്പോ ഒന്നും കാട്ടാനില്ല, ഇനിയിപ്പോട്ട് ശരിയാക്കുക. അതിപ്പോ പഠിച്ചാൽ അന്ന് സായിക്കുന്ന പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. അയച്ചു പൊരുത്തപ്പെട്ട സംഗതി ആഗ്രഹിച്ചത് തന്നെയാണ് എന്ന് വെക്കല്ലാതെ വേറെ പല നിർവാഹമൊന്നുമില്ല. എന്തായാലും ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണമെന്നതാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായി ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ്. ഇസ്മായിൽ എന്ന കുട്ടി ആഗ്രഹിച്ച് കിട്ടിയതാണ്. ആ കുട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് മടങ്ങിപ്പോരാൻ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മയായ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടുപോയി താമസിപ്പിച്ച് മടങ്ങിപ്പോന്നു. ഒരു തോൽപാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ കാരക്കയും വെച്ച് കൊടുത്തിരുന്നു. കാരക്ക തീർന്നു, വെള്ളം തീർന്നു. കുട്ടി വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ അള്ളാഹു ഒരു വെള്ളം കൊടുത്തു. അതാണ് സംസം വെള്ളം എന്ന് പറയുന്നത്, ബറക്കത്തിന്റെ വെള്ളം. ബറക്കത്തിന്റെ പിന്നിൽ ബറക്കത്തായ മകനാണത്, ബറക്കത്തുള്ള മോനാണ്. ബറക്കത്തായ വെള്ളത്തിന്റെ പിന്നിലുള്ളത് സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാണെന്ന് ശഫീഉൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ബറക്കത്തുള്ള വെള്ളം മാ നബഅ മിൻ ബൈനി സുബാഇൻ നബിയ്യ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന്റെ ഇടയിലൂടെ വീഴ്ന്നു വന്ന വെള്ളമാണ്. പക്ഷെ കിട്ടാനില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന്റെ ഇടയിൽ കൂടെ വന്ന വെള്ളമാണ്. നോർമലി കിട്ടാനില്ല എന്ന് പറയാം, എവിടെ കിട്ടില്ല എന്നൊന്നും പറയാൻ നിർവാഹമില്ല, കാഴ്ചയിലില്ല. അതേ സമയത്ത് കിട്ടാനുള്ള സാധ്യത കുറവുണ്ട് എന്ന് പറയാം. രണ്ടാമത്തത് അഫ്ദലുൽ മിയാഇമാഉം കദിനബൽ മിൻ ബൈനി സുബാഇൻ നബിയിൽ മുത്തബൽ യലീഹി മാഉ സംസമിൻ ഫൽ കൗസർ. രണ്ടാമത്തേത് സംസം വെള്ളമാണ്. ഒരു ഉമ്മ തന്റെ കുട്ടിയെ അല്ലാഹുവിൽ തവക്കുലാക്കിയപ്പോൾ അല്ലാഹു നൽകിയിട്ടുള്ള തവക്കുലിന്റെ ചീരിനെയാണ് സംസം വെള്ളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബറക്കത്തുള്ള വെള്ളം അതാണ് ഫൽ കൗസർ. പിന്നെ ഹൗദുൽ കൗസറാണ്. മഹ്ശറയിൽ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണ് ഹൗദുൽ കൗസർ. മൂന്നാമത്തേത് ഫനൈലു മിസ്റ, അത് കഴിഞ്ഞാൽ മിസ്റിലെ നൈൽ നദിയിലെ വെള്ളമാണ്. അതിന്റെ പ്രത്യേകത സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ വെള്ളമാണ് എന്നതാണ് നൈൽ നദിയുടെ വെള്ളത്തിന്റെ പ്രത്യേകത. സുമ്മ ബാക്കി അൻഹുറു, പിന്നെ മറ്റുള്ള നദികളിലെ വെള്ളമാകുന്നു ഏറ്റവും ബർക്കത്തുള്ളത്. പുഴവെള്ളം വലിയ ബർക്കത്തുള്ള വെള്ളമാണ്. പക്ഷെ നമ്മൾ ദുഷ്ടന്മാരായ നമ്മൾ എല്ലാ വേസ്റ്റും പുഴക്കാണ് കൊണ്ടുപോയിടാന്ന് മാത്രം. സംഗതി പുഴ കണ്ടാൽ സലൂട്ട് അടിക്കേണ്ട സാധനമാണ്. പുഴ വലിയ ബർക്കത്തുള്ളതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭമുണ്ടായിട്ട് മറിയം ബീവി ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്ന് മാറി നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ സൂറത്ത് മറിയം എന്ന് പറയുന്ന അൽ-കൗഫിന്റെ നേരെയുള്ള താഴെയുള്ള സൂറത്തിൽ പറയുന്നുണ്ട്.
ആ പറഞ്ഞോടത്ത് മറിയം ബീവിനോട് അല്ലാഹു തആല പറയുന്നുണ്ട്, മറിയമോനെ ടെൻഷൻ ആവണ്ട, നീ ഇരിക്കുന്നതിന്റെ താഴെ കുടയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹതകി സരിയ്യ വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈകി റതബൻ ജനിയ്യ വകുലി വശ്റബി വഖർനി ഐനാ وإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما ولن نكلم اليوم إنسيا. മറിയം ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ടെൻഷൻ അനുഭവിച്ചു. പള്ളിയുടെ ചെരുവിൽ താമസിക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടിയെ സംഭാവന നൽകാനാണെന്ന് പറഞ്ഞു. മറിയം ബീവി ചോദിച്ചു, എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവാനാണ്? വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ, ഒരു മനുഷ്യൻ എന്നെ തൊടുകയോ ഞാനൊരു തമ്മാടിച്ചി പെണ്ണാവുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ടെൻഷൻ കൂടിയിട്ട് അവസാനം പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ. യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മിത്തു ഖബല ഹാദാ, ഈ അവസ്ഥ വരുന്നതിന് മുമ്പ് മരിച്ചുപോയ വസ്തുവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വകുന്തു നസിയം മൻസിയാ, മറന്നതിനെ മറന്നതുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമാർ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ടെൻഷൻ അധികരിച്ചപ്പോ അല്ലാഹു കൊടുത്ത ഉപദേശമാണ്, മറിയമോ ടെൻഷൻ ആവണ്ട, അല്ലാ തഹ്സനി, മറിയമോ നീ ടെൻഷൻ ആകരുത്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യ, നീ ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്ത് ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനാൽ ടെൻഷൻ ആകരുത് എന്നാണ്. അപ്പൊ നദി, നെഹ്ർ, പുഴ എന്ന് പറയുന്നത് ടെൻഷനെ ഇല്ലാതെയാക്കുന്നതാണെന്നതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ടാണ് പുഴയുടെ വെള്ളത്തിന് നാലാമത്തെ ബറക്കത്ത് എന്ന പോരിശ ഉണ്ടാവാനുള്ള കാരണം. പക്ഷെ ദുഷ്ടന്മാരായ നമ്മൾ എല്ലാ കോഴി വേസ്റ്റും പുഴയ്ക്ക് കൊണ്ടുപോയി തള്ളി എന്നതാണ് നമ്മളെ പ്രശ്നം. ഭാരതീയരും ഏകദേശം ഈ കാര്യം പറയുന്നുണ്ട്. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായതും ഭാരതീയർ പ്രാധാന്യത്തോടുകൂടെ കാണുന്നതുമായ 3 പുഴകളാണ്. 1 ഗംഗ, 2 യമുന, 3 ബ്രഹ്മപുത്ര എന്നു പേരായ 3 നദികൾ. അവ നദികൾ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാമികമായ കാഴ്ചപ്പാടനുസരിച്ചും വലിയ പ്രാധാന്യമുണ്ട്. ഭാരതീയരും നമ്മളും തമ്മിൽ വിശ്വാസപരമായ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ വിഷയത്തിലുള്ളതുപോലെ ഈ വിഷയത്തിലും ഉണ്ട് എന്ന് മാത്രം. സംഗതി പുഴകൾ പ്രാധാന്യമുള്ളതാണ്. പുഴ 2 തരത്തിലുണ്ടെന്നാണ്. ഒന്ന്, നദികൾ ചെറിയ കൈത്തോടുകൾ ഒരുമിച്ച് കൂടി നദിയായി രൂപാന്തരപ്പെടുന്നതുണ്ട്. രണ്ടാമത്തേത് മലകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന പുഴകളുണ്ട്. ഭാരതീയർ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന 3 പുഴകളും അത് മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്. അതിന് ധാരാളം മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ട് എന്നതാണ് അവർ പറയുന്ന സംഗതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ബറക്കത്തിന്റെ വഴികളൊക്കെ നോക്കണം. പുഴ ബറക്കത്തുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താ വെച്ചാല് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന്, മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ബറക്കത്തുള്ള പേര് നൽകണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഏത് സംഗതിയും അതിന്റെ പേരിന്റെ ഒരു ബറക്കത്ത് അതിനുണ്ടാവുന്നതാണ്. ഏത് സംഗതിക്കും ഉണ്ടാവും. ബിസ്മില്ലാ ചിക്കൻ സ്റ്റാർ, തവക്കൽ മാരേജ് സ്റ്റോർ ഒക്കെ ഉദാഹരണങ്ങളാണ്. ഏജൻസി ഒന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒന്നിന്റെ ഏജൻസി ഇല്ല, വേറിന്റെ ഏജൻസി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പേരിന്റെ ഒരു ബറക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ ആദ്യം പേര് നോക്കിയിട്ടുണ്ട്. പേരിന്റെ ഒരു ബറക്കത്തുണ്ടാവും. ചില ആൾക്കാർ കാണാം വലിയ ഹോട്ടലിൽ തട്ടുകടാന്ന് പേരിട്ടിട്ടുണ്ടാവും.
നേരെ തിരിച്ചാണെങ്കിൽ പിന്നെയും പറ്റും. നമുക്ക് ചെറിയൊരു തട്ടുകടക്ക് വലിയ പേരിട്ടിട്ടാണെങ്കിൽ പിന്നെയും സമ്മതിക്കായിരുന്നു. വലിയ സാധനത്തിന് പിന്നെ ചെറിയ പേരുണ്ട്. അപ്പൊ പേര് എല്ലാ വിഷയത്തിലും പേരിന്റെ ഒരു വർക്കത്തുണ്ടാവുന്നതാണ്. ബറക്കത്തുള്ള പേര്. ബറക്കത്തുള്ള പേര് എങ്ങനെ മനസ്സിലാക്കുക? ബറക്കത്തുള്ളവരുടെ പേരാണ് ബറക്കത്തുള്ള പേര്. ശ്രോതാക്കന്മാരുടെ പേര്, ബദരീങ്ങളുടെ പേര്, അമ്പിയാക്കളുടെ പേര്, അള്ളാഹുവിന്റെ പേരിൽ അബുദ് കൂട്ടിയത്, മുത്തുനബിയുടെ 99 നാമങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തത്, അതാണ് ബറക്കത്തുള്ള പേര്. ബറക്കത്തുള്ള മനുഷ്യന്മാരുടെ പേര്, അതാണ് ബറക്കത്തുള്ള പേര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ രണ്ടാമത്തേത് ബറക്കത്തുള്ള പേര് നൽകണമെന്നാണ്. ഏത് മനുഷ്യന്റെയും പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ നാട്ടിലൊരു അബുണ്ട്, അബൂലിയർ എന്ന് പറയും. അതുപോലെ സംശുലരമായ റഹിമഹുള്ള ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ സംശുലരമനെ കാണാൻ വേണ്ടി പോയി. മദ്രസയെ പഠിപ്പിക്കുന്ന 3 ആൾക്കാർ, 3 വലിയമാര്. ഒരാൾ അബുവാണ്, ഒരാൾ അബ്ദുറഹ്മാനാണ്, ഒരാൾ വേറെന്തൊരു പേര്, 3 ആൾക്കാർ. അങ്ങനെ മാനാ സംശുലരമ റഹിമഹുള്ള ദർശനം നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവർ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ 3 ആളും ചെന്നിരുന്നു. ഒന്നാമത്തെ ആളെ പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. രണ്ടാമത്തെ ആളെ പേര് ചോദിച്ചപ്പോൾ അതും പേര് പറഞ്ഞു. മൂന്നാമത്തത് അബുവാണ്. അപ്പൊ എൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ അബൂബക്കർ എന്ന് പറഞ്ഞു. എന്നാ മുന്നിട്ടിരിക്കുക, അബൂബക്കർ എന്ന് പേരിട്ട് ഞാൻ പിന്നിൽ പോയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ മനുഷ്യന് നമ്മളാകുമ്പോൾ തന്നെ പേരിനനുസരിച്ച് പ്രാധാന്യം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ്. പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ബറക്കത്തുള്ള പേര് നൽകണം. അത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, എന്തിന് പേരിടുമ്പോഴും ബറക്കത്തുള്ള പേര് നോക്കണം. വാഹനത്തിന് പേരിടാണ്, ബറക്കത്തുള്ള പേരിടണം. കടയ്ക്ക് പേരിടാണ്, ബറക്കത്തുള്ള പേരിടണം. വീടിന് പേരിടാണ്, ബറക്കത്തുള്ള പേരിടണം. നാടിന്റെ പേരാണ്, ബറക്കത്തുള്ള പേരായിരിക്കണം. അങ്ങനെ വളർത്തു ജീവികൾക്ക് പേരിടാണ്, ബറക്കത്തുള്ള പേരിടണം. എന്തേലും കണക്കുകളാണ് മനസ്സിലാക്കുക. അപ്പൊ പേര് രണ്ടാമത്തത് ബറക്കത്തിന്റെ അസ്ലി പേരാണ്. മൂന്നാമത്തേത് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ദീനും പഠിപ്പിക്കണം, ദുന്യാവും പഠിപ്പിക്കണം. മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം പഠിപ്പിക്കണം. നാലാമത്തത് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം എന്നതാണ്. നമ്മൾ കഴിക്കുന്നതും ഹലാലും ത്വയ്യിബുമായിരിക്കണം. മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതും ഹലാലും ത്വയ്യിബുമായിരിക്കണം. നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ആയിരിക്കണം, കഴിക്കാൻ കൊടുക്കുന്നത്. ത്വയ്യിബാകുക എന്ന് പറഞ്ഞാൽ തരുന്നവൻ സന്തോഷത്തോടുകൂടെ തരുന്നതിനാണ് ത്വയ്യിബായ ഭക്ഷണം, ത്വയ്യിബായ വരുമാനം എന്ന് പറയുന്നത്. വാങ്ങുന്നവൻ സന്തോഷത്തോടുകൂടെ വാങ്ങുന്നതിന് ഹലാൽ എന്ന് പറയും. കൊടുക്കുന്നവൻ സന്തോഷത്തോടുകൂടെ കൊടുക്കുന്നതിന് ത്വയ്യിബ് എന്ന് പറയും. വാങ്ങുന്നവനും ലാഭം ഉണ്ടായിരിക്കണം, കൊടുക്കുന്നവനും ലാഭം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു സാധനം ത്വയ്യിബാവുക. അതിന്റെ മലയാളം നല്ലത് എന്നാണ്. ഹലാലിന്റെ മലയാളം അനുവദിക്കപ്പെട്ടത് എന്നാണ്. അനുവദിക്കപ്പെട്ടതുമായിരിക്കണം, നല്ലതുമായിരിക്കണം. എല്ലാ അനുവദിക്കപ്പെട്ടതും നല്ലതായി കൊള്ളണമെന്നില്ല. എല്ലാ ത്വയ്യിബും, എല്ലാ നല്ലതും അനുവദിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് ത്വയ്യിബാവണം എന്ന് പറഞ്ഞാൽ ഹലാൽ അതിൽ പെടും. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ത്വയ്യിബായിരിക്കണം, ഹലാല് മാത്രമായാൽ പോരാ. പ്രത്യേകിച്ച് ഈ മക്കളെ കേടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളെ വരുമാനം സൂക്ഷിക്കാത്തതാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മളെ മലബാറിൽ നിന്ന് വടക്കു ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കുട്ടികൾ കേടുവന്നത്രേ. മുസ്ലിം കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതല്ല, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മലബാറിൽ നിന്ന് വടക്കോട്ട് പോകുമ്പോ മുസ്ലിം കുട്ടികൾ കേടുവന്നത്ര മലബാറിൽ നിന്ന് തെക്കോട്ട് പോകുമ്പോഴുള്ള മുസ്ലിം കുട്ടികൾ കേടുവന്നിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം എന്താ? മലബാറിൽ നിന്ന് വടക്കോട്ട് ഗൾഫ് പണം ആദ്യം വന്നിട്ടുണ്ട്. ആക്ഷേപിക്കലട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ നിലക്കെത്തിയിട്ടുള്ളത്. നമ്മളെല്ലാ പുരോഗതിയും ഗൾഫ് പണം കൊണ്ടുണ്ടായതാണ്, ആക്ഷേപിക്കല്ല. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാല് അത്യാവശ്യം 2 വീട് റൂമും വാടക കെട്ടാൻ 4 കോട്ടേഴ്സും ഒരു വണ്ടിയും സൗകര്യം കൊണ്ട് ആയി വന്നപ്പോത്തിന് അറബിനെ ഏകദേശം എത്തിങ്ങാനെ ചെറുക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. ബറക്കത്ത് നഷ്ടപ്പെടും.
തൊയ്യബല്ലാതെയാവും. തൊയ്യബല്ലാതെയായാൽ എവിടെ തിരിച്ചറിയാം? മക്കളിൽ തിരിച്ചറിയും. നമ്മളിങ്ങനെ തട്ടിമുട്ടൊക്കെ കഴിഞ്ഞു പോകും. ഭക്ഷണം തൊയ്യബല്ലാതെയായാൽ മക്കളിൽ അത് തിരിച്ചറിയും. അതുകൊണ്ട് ഹലാലും തൊയ്യബുമായ ഭക്ഷണം നമ്മൾ കഴിക്കുകയും വേണം, നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി നൽകുകയും വേണം. പൊതുവെ നമ്മള് ഇന്ന് ഏത് പ്രദേശത്ത് എന്നാലും മനുഷ്യന് ഗൗരവം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മുർത്തത്താവുന്ന കാരണങ്ങൾ ഗൗരവം കുറയുന്നുണ്ട്. പിന്നൊന്ന് വ്യഭിചാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഗൗരവം കുറയുന്നുണ്ട്. വ്യഭിചാരം എന്ന് പറയുന്നത് ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തിരക്കലാണ്, അത് നിർച്ചിട്ടായാലും ശരി. കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു. വ്യഭിചാരത്തിന് എന്തെല്ലാം ശിക്ഷ പറഞ്ഞിട്ടുണ്ടോ ആ ശിക്ഷ മുഴുവനും നേത്ര വ്യഭിചാരത്തിനുണ്ട്. തെറ്റില്ലാത്ത ഒരു വിചാരം മാത്രമേ ഉള്ളൂ, അത് മനോവിചാരമാണ്. മനസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും തോന്നിയിട്ട് കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ ശിക്ഷിക്കുക. കാരണം അത് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. നോട്ടം ശിക്ഷയുള്ളതാണ്, തൊടല് ശിക്ഷ ഉള്ളതാണ്, നടത്തം ശിക്ഷ ഉള്ളതാണ്, അടുത്തിരിക്കൽ ശിക്ഷ ഉള്ളതാണ്. എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്, മൊബൈൽ ഉപയോഗിച്ച് അതും ശിക്ഷ ഉള്ളതാണ്. അപ്പൊ വ്യഭിചാരം എന്നത് ഗൗരവം കുറഞ്ഞു വരുന്നു എന്നതാണ് വേറൊരു പ്രശ്നം. മറ്റൊന്ന്, സാമ്പത്തികമായ കാര്യങ്ങളിലെ സൂക്ഷ്മത എന്ന് പറയുന്നത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ആയാലും വേണ്ടില്ല പൈസ ഉണ്ടായാൽ മതി എന്നതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അതെവിടെ കാണുക? മക്കളിലാണ് കാണുക. അത് നമ്മളെക്കാൾ കാണുക മക്കളിലായിരിക്കും. അതുകൊണ്ട് ഹലാലും തൊയ്യബുമായ ഭക്ഷണമായിരിക്കണം എന്നുള്ളതാണ് നാലാമത്തേത്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ അഞ്ചാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണമെന്നതാണ്. ഉമ്മയും വാപ്പയും ദുആ ചെയ്തിട്ടുള്ള മക്കളാണ് ലോകത്തറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ. അതിൽ വളരെ പ്രധാനമുണ്ട് ഉമ്മാന്റെ ദുആക്ക്. നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തമ്മിൽ തെറ്റിയാൽ ചോദിക്കും ബുഖാരിക്കുണ്ടോന്ന് ചോദിക്കും. രണ്ട് വർത്താനം പറഞ്ഞ് തമ്മിൽ തെറ്റിയാൽ സഹീഹുൽ ബുഖാരിയിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. എന്താ സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത? സഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത ഇമാം ബുഖാരിയുടെ പ്രത്യേകതയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്താണോ പ്രത്യേകത, ആ പ്രത്യേകതയാണ് സഹീഹുൽ ബുഖാരിക്കുള്ള പ്രത്യേകത. ഇമാം ബുഖാരിക്ക് എന്താ പ്രത്യേകത? ഉമ്മാന്റെ ദുആണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. തന്റെ ഉമ്മ ദുആ ചെയ്ത് ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉറക്കത്തിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സങ്കടം പറഞ്ഞു, എന്റെ മോന് കാഴ്ചയില്ല. സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നാളെ നേരം പുലരുമ്പോഴേക്ക് നിങ്ങളുടെ മകന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കും. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. മഹാനവറുകൾ 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ ഇമാം ബുഖാരിയുടെ പ്രത്യേകത? ഉമ്മാന്റെ ദുആ. അതാണ് മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി. അതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പൊ മക്കളിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ബറക്കത്തിന്റെ ഈ ഉമ്മത്തിൽ ബറക്കത്തിന്റെ അസ്ലി മുഹമ്മദ് നബിയോടുള്ള ബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ ബറക്കത്തിന്റെ അസ്ലി മുഹമ്മദ് നബിയായിട്ട് എത്ര ബന്ധമുണ്ട് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന്റെ അടിസ്ഥാനം. നമുക്ക് നബി തങ്ങളായിട്ട് എത്ര ബന്ധമുണ്ട്,
നമ്മളെ അമ്മാക്ക് എത്ര ബന്ധമുണ്ട്, നമ്മളെ വാപ്പാക്ക് എത്ര ബന്ധമുണ്ട്, നമ്മളെ നാടിന് എത്ര ബന്ധമുണ്ട്. ഇതാണ് നമ്മുടെ ശരീഅത്തിലെ, നമ്മുടെ ഉമ്മത്തിലെ ബറക്കത്തിന്റെ നിദാനം. കാരണം ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ചില്ലാനം വയസ്സ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നാണ്. 100 ചില്ലാനം വയസ്സ് ജീവിച്ചു സയ്യിദ്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 110, 115, 20, 30 തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. 100 ചില്ലാനം വയസ്സ് ജീവിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ 130ാമത്തെ വയസ്സിലും തലയത്തെ ഒറ്റ മുടി നരച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ചുളി വീണിട്ടില്ല 100ാമത്തെ വയസ്സിലും. എന്താ കാരണം? 10 വയസ്സിൽ താഴെയുള്ള സമയത്തൊരിക്കൽ തൻ്റെ പിതാവിൻ്റെ, തൻ്റെ എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ചാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ നേരത്തെ മരിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ച എളാപ്പ ഒരു ദിവസം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നു. 10 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടിയാണ് അന്ന് അനസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, കുഞ്ഞാന നബിയേ, കുഞ്ഞനസിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് തോരുന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വഔലാദിഹി. പടച്ചോനെ, ഈ അനസ് മോന് മക്കളിലും മുതലിലും ബറക്കത്ത് ചെയ്യണേ. മദീനയിൽ എല്ലാ മനുഷ്യന്മാർക്കും കൊല്ലത്തിൽ ഒരു തവണ കായ്ക്കുന്ന ഈത്തപ്പനത്തോട്ടമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുവേ, അനസിന് മുതലിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ചില്ലാനം മക്കൾ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായി എന്നാണ്. നമ്മള് മരിച്ചെടുക്കുമ്പോ മരിച്ചോടത്തൊന്ന് ഓതണമെന്നുണ്ടെങ്കിൽ ഇഫ്ദ് കോളേജിൽ കുട്ടികളെ കൊണ്ടുപോണ്ടി വരും. അനസ് റളിയല്ലാഹു അൻഹുവിന് 106 മക്കളുണ്ടായിരുന്നു എന്നും എല്ലാവരും ഹാഫിളീങ്ങളായിരുന്നു എന്നും താരീഖിലുണ്ട്. 100 ചില്ലാനം വയസ്സ്, 130ഓളം വയസ്സ് മഹാനവർകൾ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബറക്കത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള ബന്ധാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ പറയുന്നുണ്ട്. സൽമാൻ അൽ ഫാരിസിയുടെ താരീഖ് ദീർഘമായ താരീഖാണ്. സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാര് തീ ആരാധകരായിരുന്നു പഴയകാലം മുതലേ. അവിടുത്തെ രാജകുമാരനായിരുന്നു സൽമാൻ അൽ ഫാരിസി എന്ന സൽമാൻ. രാജകുമാരൻ എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രിയുടെ മകനാണ്. പ്രധാനമന്ത്രിയുടെ മകനായിരുന്നു. വാപ്പ കർഷകനാണ്. സൽമാന്റെ വാപ്പ കർഷകനാണ്. ഒരു ദിവസം വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി സൽമാൻ പോയി. പൊതുവെ പേർഷ്യക്കാര് തീ ആരാധകരാണ്. വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ വഴിയിൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കൂടാരം നിർമ്മിച്ച് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കൂടാരത്തിലിരുന്ന് ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കുറെ ആളുകളെ കണ്ടു. അക്കാലത്തെ മുസ്ലിങ്ങൾ എന്ന് പറയാം. പൂർവകാല വേദങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അതിനെ നമുക്ക് വേണമെങ്കിൽ ജൂതന്മാർ എന്ന് പറയാം. അക്കാലത്തെ മുസ്ലിങ്ങൾ പുരോഹിതന്മാർ എന്ന് പറയാം. കുറച്ച് പുരോഹിതന്മാർ ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ സൽമാൻ അതിൽ ആകൃഷ്ടനായി. കുറെ സമയം ഇങ്ങനെ അവരുടെ ഇബാദത്ത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. നേരം പോയതറിഞ്ഞില്ല. നേരം ഇരുട്ടായിട്ടും രാജകുമാരനെ കാണാനില്ലാതെയായപ്പോ
പട്ടാളക്കാർ അന്വേഷണം ആരംഭിച്ചു. എല്ലാ ഭാഗങ്ങളിലും അന്വേഷണമായി, പല ഭാഗങ്ങളിലും അന്വേഷിച്ചു. അവസാനം പുരോഹിതന്മാർ താമസിക്കുന്ന കൂടാരത്തിലും ടെന്റിലും പട്ടാളക്കാർ എത്തിച്ചേർന്നു. രാജാവിനെ ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പുരോഹിതന്മാരെ കുറിച്ചുള്ള വിവരം ധരിപ്പിച്ചു. സൽമാനെയും പുരോഹിതന്മാരെയും രാജകൊട്ടാരത്തിൽ ഹാജരാക്കി വിചാരണ നടത്തി. സൽമാനെ ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാടുകടത്താനും തീരുമാനിച്ചു. ആ സമയത്ത് സൽമാൻ അതിലെ മുതിർന്ന പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഞാൻ ഈ ജയിലിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെട്ട് യാത്ര തിരിക്കുകയാണെങ്കിൽ എവിടെ വന്നാലാണ് നിങ്ങളെ കാണാൻ കഴിയുക എന്ന് ചോദിച്ചു. അതിൽ വലിയ പുരോഹിതൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ മൗസിൽ എന്ന പേരായ ഒരു നാട്ടിലേക്കാണ് ഞങ്ങൾ പോവുക, അവിടെയാണ് ഞങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു. കുറേ കാലം സൽമാൻ ജയിലിൽ താമസിച്ചു. നല്ല നടപ്പ് കാരണം ജയിലിലെ വാർഡന് സൽമാനോട് താല്പര്യമുണ്ടാവുകയും ഒരു ദിവസം ജയിലിന്റെ വാതിൽ അടക്കാതെ വാർഡൻ ഉറങ്ങിയതുപോലെ കിടക്കുകയും ചെയ്തപ്പോ സൽമാൻ പുറത്തിറങ്ങി ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹം മൗസിൽ എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. നേരത്തെ പരിചയപ്പെട്ട പുരോഹിതന്മാരെ കണ്ടു. അതിൽ ഏറ്റവും വലിയ പണ്ഡിതനായ പുരോഹിതന് ഖിദ്മത്തെടുത്ത് സൽമാൻ ജീവിച്ചു. അദ്ദേഹം പ്രായം കൂടുതലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൽ മരണലക്ഷണങ്ങൾ കണ്ടപ്പോ സൽമാൻ ചോദിച്ചു, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞാൻ ആരെടുത്തേക്കാ പോകുക എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റൊരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ മരണപ്പെട്ടു. അയാളെ കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്ത് സൽമാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ദീർഘമായ താരീഖാണ് സൽമാൻ ഫാരിസിയുടെ താരീഖ്. 200 വയസ്സ് വരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ട്. 200 വയസ്സ് വരെ സൽമാൻ ഫാരിസ്. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിൽ മദീനയിൽ ചെന്നപ്പോ സൽമാനുൽ ഫാരിസിയുടെ ഈത്തപ്പനത്തോട്ടം എന്നൊരു തോട്ടമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയി. അപ്പൊ ചെന്നപ്പോ മനോഹരമായൊരു തോട്ടം. ആ തോട്ടത്തിന്റെ അടുത്ത് സൽമാനുൽ ഫാരിസി ജീവിച്ചിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങള്, അദ്ദേഹം നിസ്കരിച്ചിരുന്ന പള്ളിയുടെ ഭാഗങ്ങള് എല്ലാം ക്ലിയർ ചെയ്ത് പൈൻ്റൊക്കെ അടിച്ച് ചുറ്റുഭാഗം കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സൗദിയിൽ ഇപ്പം അങ്ങനെയാണ്. പഴയ കാലത്ത് ആ ബൈക്ക് ചെന്നാൽ കാലിന്റെ മുട്ടി നോക്കിയിട്ട് അടിയിട്ടതായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കമ്പി വേലിയൊക്കെ കെട്ടി പൈൻ്റൊക്കെ അടിച്ചിട്ട് ഇറക്കുന്നത്. കൂട്ടത്തിൽ ഇതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്തൊരു തോട്ടമുണ്ട്, സൽമാനുൽ ഫാരിസിയുടെ തോട്ടം. തോട്ടത്തിന് ഒരു താരീഖുണ്ട്, അതിലേക്ക് വരാം. അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദീർഘമായ താരീഖാണ് സൽമാനുൽ ഫാരിസിയുടെ താരീഖ്. നമുക്ക് ചുരുക്കി ഇങ്ങനെ മനസ്സിലാക്കാൻ ഉള്ള രൂപത്തിൽ ഞാൻ പറയാം. അപ്പോ രണ്ടാമത്തെ പുരോഹിതന്റെ അടുത്ത് പോയി. അയാളും പ്രായമുള്ള ഒരാളായിരുന്നു. അയാൾ മരിച്ചു. അയാൾ മരിക്കുന്ന സമയത്ത് സൽമാൻ ചോദിച്ചു, ഇനി ഞാൻ എടുക്കാൻ പോവാന്ന് ചോദിച്ചു. അപ്പൊ മൂന്നാമത്തെ ഒരാളെ പറഞ്ഞെടുത്തു. അങ്ങനെ മൂന്നാമത്തെ ആളെടുത്തേക്ക് പോയി. അയാളും മരിക്കണം. ആ സമയത്ത് ചോദിച്ചു, ഇനി ഞാൻ എടുക്കാൻ പോകേണ്ടത്. അതിന് പറഞ്ഞു, ഇനി എവിടുക്കും പോണ്ട, ഇനി എവിടുക്കും പോണ്ട. അവസാന പ്രവാചകൻ അറേബ്യയിൽ വരാൻ സമയമായിട്ടുണ്ട്. അവസാന പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് കേട്ടാൽ അവിടെ ചെന്ന് അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ സൽമാൻ ചോദിച്ചു, ഒരാൾ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അയാളെ സത്യമാണോ ശരിയാണോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, 3 അടയാളങ്ങൾ പറഞ്ഞു. ഒന്ന്, അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. സ്വതക്ക ഓസിക്ക് കിട്ടിയത് തിന്നൂല. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെന്റും തിന്നും എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. സ്വതക്ക ഭക്ഷിക്കൂല. രണ്ടാമത്തത് ഹദിയ ഭക്ഷിക്കും എന്ന് പറഞ്ഞു. സമ്മാനമായി ലഭിച്ചത് ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത് കഴിക്കും. മൂന്നാമത്തെ അടയാളം, അവസാന പ്രവാചകന്റെ മുതുകത്ത്
പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഖാത്തമുൻ നുബുവ്വ എന്ന ഒരു അടയാളം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. 3 അടയാളങ്ങളെ പറഞ്ഞു. സൽമാൻ 3ാമത്തെ പുരോഹിതനെയും മറവ് ചെയ്ത് അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന വഴിയിൽ ഒരു കൊള്ള സംഘത്തെ കണ്ടു. അവർ സൽമാനെ അടിച്ചു മാറ്റി അങ്ങാടിയിൽ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ഒരു ജൂതനായ മനുഷ്യൻ അവിടെ നിന്ന് സൽമാനെ അടിമയായിട്ട് വാങ്ങി. ആ ജൂതൻ ഇങ്ങനെ ഈത്തപ്പനത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ സൽമാൻ ഈത്തപ്പനത്തോട്ടത്തിലെ തൊഴിലാളിയായ അടിമയായി മാറി. കൈമാറി വിറ്റും വാങ്ങിയും അങ്ങനെ സൽമാൻ ധാരാളം ജൂതന്മാരിലൂടെ കൈമാറി അവസാനം മദീനയിൽ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലെ ജോലിക്കാരനായി എത്തിയ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ടെന്ന വാർത്ത പരന്നു. അപ്പോൾ സൽമാൻ ഒന്ന് പരീക്ഷിക്കണം തീരുമാനിച്ചു. ഒരു ദിവസം ഈത്തപ്പനത്തോട്ടത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം യജമാനിന്റെ സമ്മതത്തോടുകൂടി അല്പം ഈത്തപ്പഴം എടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക കഴിക്കലില്ല എന്ന് പറഞ്ഞു വാങ്ങിയില്ല. അപ്പൊ സൽമാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, 1ാമത്തെ അടയാളം ശരിയായിട്ടുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു. ഇനി കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂല, കാരണം അടിമകൾക്ക് ചെറിയ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. വേഗം വരണമെന്ന് വാലാളി പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുമ്പോൾ വേഗം മടങ്ങി. 2ാമതൊരിക്കൽ ഈത്തപ്പനത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അല്പം ഈത്തപ്പഴമെടുത്ത് യജമാനിന്റെ സമ്മതം വാങ്ങി മുത്തുനബിയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് ഹദിയയാണ്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം വാങ്ങി അതിൽ നിന്ന് 3 എണ്ണം കഴിച്ച് ബാക്കിയുള്ളത് സ്വഹാബത്തിന് വിതരണം ചെയ്തപ്പോ സൽമാൻ മനസ്സിൽ പറഞ്ഞു, 2ാമത്തെ തെളിവും ഓക്കെ. ഇനിയൊരു തെളിവ് ബാക്കിയുണ്ട്. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഖാത്തമുൻ നുബുവ്വ എന്ന നുബുവ്വത്തിന്റെ ഒരു സീല് മുസ്തഫായ നബി തങ്ങളുടെ മുതുകത്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതാരും കാണലില്ല. എന്തുകൊണ്ട്? നബി തങ്ങൾ കുപ്പായം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. മുസ്തഫായ നബി തങ്ങൾ കുപ്പായം ധരിക്കാതെ വീട്ടിൽ പോലും ഉണ്ടാവലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പുണ്യനബിയുടെ ശരീരം ആരും സാധാരണയായി കാണൽ പതിവില്ല. അപൂർവമായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ കണ്ടു, അത് നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നതാണ്. അന്ന് ലംറത്തിന്റെ കൂടെ ആടിനെ നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഏതാനും മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന് നബി തങ്ങളുടെ നെഞ്ച് കീറി അതിൽ നിന്നൊരു മാംസക്കഷ്ണം എടുത്ത് പുറത്തു കളഞ്ഞ് മഞ്ഞുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി യഥാസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി മടങ്ങിപ്പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സ്ഥലം എനിക്കൊരിക്കൽ നബി തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അതിന് നമുക്ക് ഒരുപാട് കാര്യം കിട്ടും. ലംറത്തിന്റെ കൂടെ ആടിനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ സംഭവം സാങ്കല്പികല്ല, ഒറിജിനൽ ഓപ്പറേഷൻ. കീ ഹോളല്ല, ഒറിജിനൽ കീറിയതാണ്. ആ ആലോചിച്ചോങ്ങള്, അത് ലോകത്ത് ആരും കണ്ടിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുമല്ലോ. അതിപ്പോ അങ്ങനെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ അതിപ്പോ അങ്ങനെ ചിലപ്പോ ഉറക്കത്തിലേക്കാൾ നമുക്ക് തോന്നും. അല്ല, ആ കീറിയ സ്ഥലം എനിക്ക് നബി തങ്ങൾ കാണിച്ചു തന്നു എന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കാണിച്ചു കൊടുത്താലല്ലാതെ കാണൽ പതിവില്ല. സവാദ് റളിയല്ലാഹു അൻഹു തൊണാൻ പോലെയായപ്പോൾ മുമ്പിൽ അഴികെടുക്കേണ്ടി വന്നു. സവാദ് റളിയല്ലാഹു അൻഹു നേരെ ഒന്നും സംഗതി നടന്നില്ല. അവസാനം അഴികെടുത്തിട്ടുണ്ട് കണ്ടത്. നബി തങ്ങളുടെ ശരീരം കാണൽ പതിവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല. അതുകൊണ്ട് ധാരാളം തവണ സൽമാൻ അൽ ഫാരിസി അത് കാണാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. കാണൂല, ഒരു നിലക്കും കാണൂല. ആ ഇവിടെ സൽമാൻ അറിഞ്ഞു സ്വഹാബത്തിൽപ്പെട്ട ആരോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഖബർ വെക്കാൻ നബിയുണ്ട്.
അവിടുന്ന് എന്തായാലും കുപ്പാൻ കഴിച്ചല്ലോ എന്നാണ് സൽമാൻ ഫാരിസി വിചാരിച്ചത്. അങ്ങനെ മൂപ്പര് ഖബറ് തീർന്നു. ഖബറ് കളക്കാൻ നബിയുണ്ട്, കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ ഉണ്ട്, പക്ഷെ കുപ്പാൻ കഴിച്ചിട്ടില്ല. മയ്യത്ത് മറവ് ചെയ്ത് കഴിയുന്നത് വരെ സൽമാൻ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നടന്നു. ഏതെങ്കിലും ഓട്ടയെ കൂടെ കാണുമോ, കുപ്പിടുമ്പോ കാണുമോ നോക്കി, പക്ഷെ കാണുന്നില്ല, ഒന്നുമില്ല. മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോ മിക്കവാറും ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. സൽമാനല്ലേ അത് എന്ന് ചോദിച്ചു. ആ നിൽക്കണ സൽമാനല്ലേ എന്ന് ചോദിച്ചു. അതിന് സൽമാൻ ഫാരിസി പറഞ്ഞു, അതെ ഞാൻ സൽമാൻ തന്നെയാണ്, നാട്ടിൽ പോകാൻ പറഞ്ഞു. ഒപ്പാദിന്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതല്ല ഞാൻ നോക്കുന്ന സാധനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ വന്നു. ഇസ്ലാമിലേക്ക് വരുന്നത് വരെ സൽമാൻ ഫാരിസിക്ക് എല്ലാ സ്വാതന്ത്ര്യവും യജമാനം കൊടുത്തിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ മുഴുവൻ സ്വാതന്ത്ര്യവും പിൻവലിച്ചു. രാത്രി വരെ ജോലി, പകൽ മുഴുവനും ജോലി, മര്യാദക്ക് ഭക്ഷണമല്ല, ഉറങ്ങാൻ അനുവദിക്കൂല. പീഡനങ്ങളോട് പീഡനമായി പച്ചങ്ങനെ അടങ്ങാറായ പോലീസം നബിതങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് കരഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി എനിക്ക് ഇനി അടിമയായി ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്കൊന്ന് സ്വതന്ത്രനാവാൻ നിങ്ങൾ എന്തെങ്കിലും വഴിയുണ്ടാക്കണം നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട നബിയും സഹാബത്തിലും നിന്ന് പ്രധാനികളായ ചില ആളുകളും സൽമാൻ അൽ ഫാരിസിയുടെ യജമാനിനെ കാണാൻ വേണ്ടി പോയി. മുതലാളിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സൽമാനെ ഉടുക്കണോന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, ഉടുപ്പൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല, എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അത് നമ്മള് സാധാരണ പറയും തൊള്ളേ കൊള്ളാത്ത വില, അങ്ങനത്തെ ഒരു വില പറഞ്ഞു. എന്താ അറിയോ, ഒരു മരുഭൂമി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു മരുഭൂമി, ഈ മരുഭൂമിയില് 300 ഈത്തപ്പന മരങ്ങൾ കുഴിച്ചിടണം. 300 ഈത്തപ്പന തൈകൾ കുഴിച്ചിടണം. അതിന് വെള്ളം നൽകി, അതിന് വളം നൽകി പരിപാലിച്ച് വലുതാക്കണം. ഒന്നുമില്ല, നമ്മൾ കാര്യമൊന്നും കേൾക്കില്ല. കുറെ തെങ്ങുകൾ ഇങ്ങനെ കൊണ്ടുവരണ്ടപ്പോൾ എന്താണ് അതിന്റെ പരിപാടി എന്ന് ചോദിച്ചാൽ വയലറിന് പോലെയൊക്കെ ഒന്ന് കിട്ടുമോ ചോദിച്ചാൽ അത് തരാറില്ല. അങ്ങനെ വേണമെങ്കിൽ അവനെ ചോദിക്കല്ല, എന്താ മിക്കിന്റെ കാര്യം ചോദിക്കാൻ വീട് പണി നടക്കില്ല. അപ്പോൾ തെങ്ങ് കൊടുത്തതാണ് ആയിക്കോട്ടെ, അവർക്ക് ഏകദാരിക്കല്ല ഭൂമിനികളെ. അപ്പൊ എന്താ സംഭവം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു പറഞ്ഞപ്പോ യജമാനിനെ തിരിച്ച് അതിലെല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു. അങ്ങനെ നബിതങ്ങൾ കച്ചവടാക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു മരുഭൂമി കാണിച്ചു. 300 ഈത്തപ്പന മരങ്ങൾ ഇവിടെ കുഴിച്ചിടണം. എന്നിട്ട് അതിന് വെള്ളം കൊടുത്ത്, അതിന് വളം കൊടുത്ത് നോക്കി വലുതാക്കിയിട്ട് 300 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അടുത്ത കാലത്തൊന്നും നടക്കൂല. കാരണം ഈത്തപ്പന മരം കായ്ക്കണമെങ്കിൽ 10 വർഷം എടുക്കും, ഏറ്റവും ചുരുങ്ങി. അപ്പൊ 10 കൊല്ലത്തിന് സ്വതന്ത്രനാവില്ല, ഉറപ്പാണ്. പക്ഷേ നബിതങ്ങൾ എഗ്രിമെന്റ് എഴുതി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാന്റെ മോചനത്തിന് വേണ്ടി മോചന പത്രം എഴുതി. മരുഭൂമി പോലത്തെ ആ സ്ഥലത്ത് 300 ഈത്തപ്പന മരങ്ങൾ കുഴിച്ചിട്ട് അത് നോക്കി വലുതാക്കി ഈത്തപ്പഴം പറിച്ചാൽ സൽമാൻ സ്വതന്ത്രനാണ് എഗ്രിമെന്റ്. പള്ളി പോയിട്ട് വലത് പറഞ്ഞു, സഹാബ സൽമാൻ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും ഓരോ മരം, 2 മരം, 3 മരം ഒക്കെ ഓഫർ ചെയ്ത് 300 മരമായി. ഇനി നിർത്തിക്കാടി ആവശ്യത്തിനായിട്ടുണ്ട്, 300 ആയിട്ടുണ്ട്. സൽമാനോട് പറഞ്ഞു, സൽമാനെ നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് 300 കുഴിയെത്തണം പറഞ്ഞു. സൽമാൻ ഫാരിസി പോയി 300 ഈത്തപ്പന കുഴികൾ നിർമ്മിച്ചു. സംഭാവനയായി ലഭിച്ച ഈത്തപ്പന മരങ്ങളുമായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന്
ബിസ്മില്ലിട്ട് ഓരോ മരം കുഴിച്ചിട്ടു. സൽമാനോട് പറഞ്ഞു, കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ടാൽ വേഗം വലുതായിക്കോളും എന്ന് പറഞ്ഞു. മരം വേഗം വലുതായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 299 മരങ്ങളിൽ ഈത്തപ്പഴം ഉണ്ടായി. അതവിടുത്തെ. പക്ഷെ എഗ്രിമെന്റ് പൂർത്തിയാവണമെങ്കിൽ 300 മരം കായ്ക്കണം. ഒന്നും കായ്ച്ചില്ല. 299 മാത്രം കായ്ച്ചു. ഒന്നിങ്ങനെ കായ്ക്കാതിരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്നിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു, നബിയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ തലക്കന്ന് ഇങ്ങനെ ഈത്തപ്പഴമരം കുഴിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടത് അതിലതുങ്ങള് പറിച്ചിട്ട് ബിസ്മില്ല ആയിക്കെന്നാണ് കുഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ലേശം വെള്ളം നനച്ചുകൊണ്ട് വലുതായിക്കോളും പറഞ്ഞു. വേഗം വലുതായി അയിമന്ന് ഈത്തപ്പഴം മറുത്തു കൊടുത്ത് സൽമാനുൽ ഫാരിസി സ്വതന്ത്രനായി എന്നതാണ് കാര്യം. അതാണ് സൽമാനുൽ ഫാരിസിയുടെ തോട്ടം എന്ന് പറഞ്ഞ ഈത്തപ്പഴ തോട്ടം. ആ ഈത്തപ്പന മരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷം ആയുസുണ്ട്. തോട്ടം അതാണ്, മരം മാറി വന്നിട്ടുണ്ടാവും, പക്ഷെ പേരങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹദീഖത്തു സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നവിടെ ബോർഡ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു ബറക്കത്ത്. മുത്തുനബിയോട് ബന്ധപ്പെടുന്നതാണ് ബറക്കത്തിന്റെ അസ്സൽ. ഏറ്റവും കൂടുതൽ ഈമാനിൽ ബറക്കത്തുണ്ടായ ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണ് അസ്സൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ വിഷയത്തിനും എത്രത്തോളം ബന്ധമുണ്ട് എന്നതാണ് ബറക്കത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അസ്ലിനെ നമ്മൾ മനസ്സിലാക്കണം. ലോക ചരിത്രം പരിശോധിച്ചാൽ ബറക്കത്തുള്ള കുറേ മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഭക്ഷണത്തിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബറക്കത്തില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ബറക്കത്തുള്ള ഭക്ഷണം. ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? ബിസ്മില്ലാഹ് മറക്കരുത്. അതിന്റെ ഇടയിൽ ബറക്കത്തിന് 4 കാര്യങ്ങൾ പറയാൻ. ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എല്ലാ വിഷയങ്ങൾക്കും ബിസ്മില്ല. എല്ലാ കാര്യത്തിലും ബിസ്മില്ല. ബിസ്മി ദാഹിമാക്കുക, ബിസ്മി ശീലമാക്കുക, ബിസ്മി മറക്കാതിരിക്കുക. ബിസ്മി തവക്കുലിന്റെ ദിക്റാണ്. ഒരു കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെയ്താൽ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്യാൻ. തവക്കുലിന്റെ ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി നീട്ടിയിട്ടും ചെല്ലാം, ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ ചെല്ലണം. ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്. കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി വഹുവ അബ്തറു. അതിൽ ബിസ്മില്ലാഹ് എന്ന് ചുരുക്കിയാണ് ചൊല്ലിയിട്ടുള്ളത്. അതുകൊണ്ട് ബിസ്മി ചുരുക്കി ചെല്ലാം, ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹ്. ബിസ്മി നീട്ടി ചെല്ലാം, നീട്ടി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറ്റൊരാൾക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോ അയാൾ കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണമെന്നാണ്. ഉമ്മ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പൊ കുട്ടിക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോ കുട്ടി കേൾക്കണം. വാപ്പ ജന്മത്തിൽ കിടക്കുകയാണ്, മുണ്ടാൻ വയ്യ. അപ്പൊ വാപ്പാക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ മോന് വാപ്പാക്ക് വേണ്ടി ബിസ്മില്ലാണെങ്കിൽ വാപ്പ കേൾക്കുന്ന രൂപത്തിൽ ചെല്ലണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ചൊല്ലിയാൽ മതി, പക്ഷേ ഉറക്കെയാവണം, എല്ലാവരും കേൾക്കണം. ആദ്യം തുടങ്ങുന്ന ആൾ ചൊല്ലിയാൽ മതി, പക്ഷെ ഉറക്കെയാവണം. ബിസ്മി ഉറക്കെയാകണം എന്ന് പറയുമ്പോൾ ഹംദ് ഉറക്കെയാകണം എന്നർത്ഥമില്ല. ബിസ്മി ഉറക്കെയാണ് ചൊല്ലേണ്ടത്. അതേ സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അൽഹംദുലില്ലാഹ് പതുക്കെയാണ് ചൊല്ലേണ്ടത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. ബിസ്മി നമ്മൾ പതുക്കെ ചെല്ലും. അൽഹംദുലില്ലാഹ് ചെല്ലുമ്പോൾ 4 ആളെ അറിയുമ്പോൾ ബീഫ് തിന്നുന്നത്. അങ്ങനെ ഹംദ് പതുക്കെയാണ്. ഒറ്റക്കാവുമ്പോ ഹംദ് ഉറക്കെ ചെല്ലുന്ന കുഴപ്പമില്ല. കൂട്ടത്തിലാവുമ്പോൾ ഒരിക്കലും ഹംദ് ഉറക്കെ ചെല്ലാൻ പാടില്ല. കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഹംദ് ഉറക്കെ ചെല്ലാല് നിർത്തിക്കാളി എന്നതിന് അർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് പറ്റില്ല. ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ, താല്പര്യമുള്ളവരിഞ്ഞും ബാക്കി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കൂട്ടത്തിൽ ആവുമ്പോൾ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അതുകൊണ്ട് കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ. അതവ് പാലിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നല്ലത് ഒറ്റക്ക് ഭക്ഷണം കഴിക്കലാണ്. കാരണം കൂട്ടമായ ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് മര്യാദകളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ മുഴുവനും പാലിക്കണം.
തങ്ങളും നാസർ അബ്ദുൽ ഹമീദ് തങ്ങളെ ദീർഘായുസ്വാഭ്യത്വം കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ, റാഹത്തിലാക്കട്ടെ. ഇരുന്നോളി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു സാധനം അതുവരെ നമുക്കുള്ള സമയമാണ്. ഞങ്ങൾ വരുന്നത് വരെ നമ്മൾ അല്ലെങ്കിൽ 10 മണിയാണ് വരെ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നത് വരെ പറയും, രണ്ടിലും ഒന്നാണ്. അപ്പം എല്ലാവരും ഇതിൽ നോക്കി നോക്കിയല്ലാതെ നല്ല പറയാൻ പറ്റും. ഒരു യാനമേലും ചെല്ലുക ഷാർജ് ഉള്ളവർ يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അപ്പോൾ ബറക്കത്തിന് വേണ്ടി 4 കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. ഒന്ന് ബിസ്മില്ലാഹിമാക്കുക, എപ്പോഴും ബിസ്മില്ല എല്ലാ കാര്യങ്ങൾക്കും. രണ്ടാമത്തേത് വലത്തേതിനെ മുന്തിക്കുക. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. എല്ലാ കാര്യങ്ങൾക്കും വലത്തേത്. ഇടത്തേത് ശറഅാക്കപ്പെട്ട വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം. ചില കാര്യങ്ങൾക്ക് ഇടത്തേതിനെ ശറഅാക്കപ്പെട്ടിട്ടുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തെ കാലാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലാണ്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഇടത്തേത് ശറഅ പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക. വാഹനത്തിൽ കയറുമ്പോൾ വലത്തെ കാല് വെച്ച് കയറാം. വണ്ടിക്ക് ആദ്യം ആരാ കയറാം? ഡ്രൈവറാണ് കയറാം. വണ്ടിക്ക് ആദ്യം ഡ്രൈവറാണ് കയറാം. ഇന്ത്യയിലെ ഡ്രൈവിംഗ് സീറ്റ് വലത്തെ കാല് വെച്ച് കയറാവുന്ന രൂപത്തിലല്ല ഉള്ളത്. അറബി രാജ്യങ്ങളിലൊക്കെ ഡ്രൈവിംഗ് സീറ്റ് വലത്തെ കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ്. അതേസമയത്ത് ഇന്ത്യയിലെ ഡ്രൈവിംഗ് സീറ്റ് വലത്തെ കാല് വെച്ച് കയറാവുന്ന രൂപത്തിലല്ല. അപ്പൊ എന്ത് വേണം? ശ്രദ്ധിച്ചാൽ നടക്കും. ഒന്നുകിൽ സ്റ്റെപ്പുമ്മ ചവിട്ടിയിട്ട് കയറണം, അല്ലെങ്കിൽ ഇരുന്നിട്ട് കാലെടുത്ത് വെക്കണം. ഇത് രണ്ടല്ലാത്ത രൂപം ഞാൻ ആലോചിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ മേലെന്ന് ചാടേണ്ടി വരും. ഞാൻ ആലോചിച്ചപ്പോൾ 2 രൂപയാണ് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ചിട്ട് രണ്ടല്ലാത്ത വേറെ ഇതിലേറെ പ്രായോഗികമായ രൂപം കിട്ടിയാൽ അത് ചെയ്തോളി. എന്തായാലും വലത്തെ കാലാണ് പറയുന്നത്. വലത്തേതിനെ മുന്തിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും മീൻ കച്ചവടമാണ്. മീൻ തൂക്കിയിട്ട് കൊടുക്കുമ്പോൾ വലത്തേ കൈകൊണ്ട് കൊടുക്കുക, പൈസ തരുമ്പോൾ വലത്തേതുകൊണ്ട് വാങ്ങുക. എല്ലാവരും ഇത് അറിയുന്നവരാവണമെന്നില്ല. അറിയുന്ന നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അറിയാത്തവർ അതിലേക്ക് വരും. ഒരാൾ നമുക്കൊരു സാധനം തന്നു, നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അയാൾ ഇടത്തെ കൈകൊണ്ട് വാങ്ങാൻ ശ്രമിച്ചാൽ നമ്മൾ വലത്തെ കൈൻ്റെ അവർക്ക് കൈ കൊണ്ടായാൽ മതി. എന്നാൽ പിന്നെ അതുകൊണ്ട് വാങ്ങേണ്ടി വരും. അല്ലാതെ അവിടെ യുദ്ധം ഉണ്ടാക്കണം എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളത് സൂക്ഷിച്ചാൽ മതി. അപ്പൊ എല്ലാവരും അങ്ങനെ അതന്നെ. അപ്പൊ വലത്തേതിനെ മുന്തിക്കൽ ബറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കാര്യമാണ്. 3ാമത്തേത് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഒതുണ്ടാക്കുക. കല്യാണം, നിക്കാഹാണ്. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഒതുണ്ടാക്കേണ്ട ഇറങ്ങാം. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഒതൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ അത് മുറിച്ചിട്ടാ പിന്നെ ഇറങ്ങാം. യാത്ര പറയാനാണ് അങ്ങോട്ടനെ കയറുന്നത്. ഉമ്മാനോട് പറഞ്ഞതിന് കുഴപ്പമില്ല, പങ്ങന്മാരെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഒതുമുറിഞ്ഞ ആൾക്കാർ കൂടി തൊട്ടിട്ട് വന്നാൽ ഒതു മുറിക്കും. അതുകൊണ്ട് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഒതുണ്ടാക്കിയിട്ടിറങ്ങാം.
ഗൾഫിക്ക് പോകുമ്പോ അതുണ്ടാക്കിയാണ്ടിറങ്ങ. അങ്ങോട്ടൊന്നും പോകണ്ട. രാവിലെ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് അങ്ങാടിക്ക് ഓടാൻ പോകുമ്പോൾ ഒതുണ്ടാക്കിയാണ്ട് പോയാൽ എന്താ കുഴപ്പം? കല്യാണ നിശ്ചയത്തിന് പോകുമ്പോൾ അതുണ്ടാക്കിയാണ്ട് പോവുക, പൈന്റിങ്ങിന് പോകുമ്പോൾ അതുണ്ടാക്കിയാണ്ട് പോവുക, സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകുമ്പോൾ അതുണ്ടാക്കിയാണ്ട് പോവുക, കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതുണ്ടാക്കിയാണ്ട് പോവുക. എല്ലാ നല്ല കാര്യങ്ങൾക്കും വുളൂഇനെ ദായിമാക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സംസാരത്തിന് സൂക്ഷ്മത പുലർത്തുക എന്നതാണ്. ബറക്കത്ത്. പൈശാച് ഒരു മനുഷ്യനെ സ്വാധീനിക്കുമ്പോഴാണ് ബറക്കത്ത് നഷ്ടപ്പെടുക. ഒരു മനുഷ്യനിൽ പിശാച് ആദ്യമായി സ്വാധീനം ചെലുത്തുക അവന്റെ നാവിലായിരിക്കുമെന്നാണ്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് നല്ലോണം ആലോചിക്കുക, സംസാരത്തിന് സൂക്ഷ്മത പാലിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവന് ബറക്കത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അപ്പോൾ ഓരോ വിഷയങ്ങളിലും ബറക്കത്തിന്റെ മാർഗങ്ങളെ സ്വീകരിക്കണം. ബറക്കത്തുള്ള ഇൽമുണ്ട്, ബറക്കത്തില്ലാത്ത ഇൽമുണ്ട്. ചില ആൾക്കാർക്ക് നല്ലോണം വിവരം ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഇൽമു കുറച്ചേ ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം പറയാനുണ്ടാവും. നമ്മളെ പള്ളി ദർസിലൊക്കെ കുട്ടിയുടെ ഓതുന്ന ഒരു ചെറിയ കിതാബുണ്ട്, നൂറുൽ അബ്സാർ പറഞ്ഞിട്ട്. 10 കിതാബ് എന്നൊരു കിതാബുണ്ട്. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയും. 10 കിതാബ്. 10 കിതാബ് എന്നുണ്ടെങ്കിലും 10 കിതാബുകളാണ്. മുത്തവരീദ്, നൂറുൽ അബ്സാർ, മുനിഖാത്തുൽ ഖുലൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് 10 കിതാബാണ്. അതിൽപ്പെട്ട ഒരു കിതാബാണ് നൂറുൽ അബ്സാർ എന്ന് പറഞ്ഞ കുറച്ച് പേജുള്ള ഒരു കിതാബ്. നൂറുൽ അബ്സാറിനെ കുറിച്ച് ഉസ്താദ്മാര് പറയുന്നുണ്ട്, ഏതൊരു മസ്അലയും കാണണമെന്ന് കരുതി നൂറുൽ അബ്സാറിൽ നോക്കിയാൽ അത് നൂറുൽ അബ്സാറിൽ ഉണ്ടാവുന്നതാണ്. കാരണം അതാ കിതാബിന്റെ ബറക്കത്താണ്. ബറക്കത്തുള്ള ഇൽമുണ്ട്, ബറക്കത്തില്ലാത്ത ഇൽമുണ്ട്. ബറക്കത്തില്ലാത്ത ഇൽമ് ന്യായം പറയാൻ മാത്രമേ ഉപകാരപ്പെടുള്ളൂ, അമൽ ചെയ്യാൻ പറ്റാതാവും. ഇൽമ് ന്യായം പറയാനുള്ളതല്ല, അമൽ ചെയ്യാനുള്ളതാണ്. ഇൽമിനെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ് വെല്ലുവിളി നടത്താനും ന്യായം പറയാനും മാത്രമേ ഉപകാരപ്പെടുള്ളൂ, അമൽ ചെയ്യാൻ പറ്റാതെയാകും. അതുകൊണ്ട് ഇൽമിൽ ബറക്കത്തുണ്ടാവണം. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങളെ സൂക്ഷിക്കണം. ഒന്ന്, ഇൽമിന്റെ ആസാറുകളെ ബഹുമാനിക്കണം, ഇൽമിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം, മദ്രസയെ ബഹുമാനിക്കണം, സ്കൂളിനെ ബഹുമാനിക്കണം, പാഠപുസ്തകങ്ങളെ ബഹുമാനിക്കണം, കിതാബിനെ ബഹുമാനിക്കണം. അങ്ങനെ ഇൽമുമായി ബന്ധപ്പെടുന്ന എല്ലാ അടയാളങ്ങളെയും ബഹുമാനിക്കണം. നമ്മുടെ മുമ്പൊക്കെ നമ്മളൊക്കെ നാട്ടില് മദ്രസയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മദ്രസക്ക് പോകുമ്പോൾ മുസാഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഉറ ഉണ്ടാവും. മുസാഫിന്റെ ഉറ വല്യമ്മ തുന്നിണ്ടാക്കി തരുന്നതാണ്. അന്ന് മെഷീനൊന്നുമില്ല. ഒരു ഉറ ഇങ്ങനെ 3 ഭാഗങ്ങളെ മടക്കി വെച്ചിട്ട് മുസാഫിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനൊരു നൂലുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ താഴെ പുസ്തകവും നോട്ട് പുസ്തകവും വെച്ചിട്ട് നെഞ്ചത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് മദ്രസക്ക് വരുന്നത്. ആരോ നമ്മളെ മനഃപൂർവം പറ്റിച്ചതാണ് ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ്, അരക്കു താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ്. പുതിയ പള്ളികളിൽ വരെ മുസാഫ് വെക്കുന്ന സ്റ്റാൻഡ് അരന്റെ താഴെയാണുള്ളത്. പഴയ കാലത്ത് നിന്ന് എടുക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന ഉയരത്തിൽ ചുമരിൽ ഒരു പൊത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് മുസാഫ് പഴയ പള്ളിയിൽ വെച്ചിട്ടുണ്ടാകുക. ആദരവ് നഷ്ടപ്പെട്ടാലൊക്കെ പോയി ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇൽമിന്റെ അടയാളങ്ങളുമായി ഇൽമിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം. അതാണ് ശിആറുൽ ഇൽമി എന്ന് പറയുന്നത്. ശിആറുൽ ഇൽമിൽ ഒന്നാമത്തേത് പേനയാണ്. ഇൽമിന്റെ ശിആറിൽ ഒന്നാമത്തേത് പേനയാണ്. പേനയെ ബഹുമാനിക്കണമെന്നാണ്. മഷീൽ ബറക്കത്തുണ്ട് എന്നൊരു ഹദീസിലുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിലും ദീശയിൽ ഒരു പേന വേണം. ബറക്കത്ത് തീരെ ഒഴിവാക്കാൻ പാടില്ല. ബറക്കത്ത് എത്ര കിട്ടിയാലും കഴിയില്ല. ഭക്ഷണം കഴിക്കുമ്പോ ആദ്യത്തെ ഭക്ഷണം നമ്മളെ ഭാഗത്ത് കിടണം എന്നാണല്ലോ, അവസാനത്തും നമ്മളെ എടുക്കണം എന്നാണ്. എന്തേ? ആദ്യത്തേതിലും അവസാനത്തേതിലും ബറക്കത്തിന്റെ ബറക്കത്ത് വേറെ കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല.
നമുക്ക് തേഞ്ഞിട്ട് വേണ്ട കൊടുക്കാൻ എന്നൊക്കെ തയ്യ ബർക്കത്ത് തയ്യില്ല, അതുകൊണ്ട് കൊടുക്കാണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യത്തത് പള്ള നിറച്ച് നമ്മൾ എടുക്കണം, എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കണം എന്നല്ല കേട്ടോ. ആദ്യത്തെ അരക്കോരിയാണ് ഈ പറഞ്ഞത് നമ്മളേക്ക് ഇടണം, പിന്നെ എല്ലാവർക്കും വളർത്തി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതെന്താ കാരണം? ബർക്കത്ത് എവിടുന്ന് കിട്ടിയാലും കൊടുക്കണം, ബർക്കത്ത് തേച്ചാൽ തയ്യില്ല. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിലും കീശയിലൊരു പേന വേണം. എന്തേ? മഷീൽ ബർക്കത്തുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, ഇൽമിന്റെ ഒന്നാമത്തെ അടയാളമായി ഖുർആൻ പേനയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പേനയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ ഇൽമിന്റെ ആദ്യത്തെ ഉപകരണം. അതിനാൽ പേനയെ ബഹുമാനിക്കണം. കുട്ടികൾക്കിടയിൽ പേനക്കളി എന്നൊരു കളിയുണ്ട്. പേന ഇങ്ങനെ മുടിച്ചു കളിക്കണം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഷി കഴിഞ്ഞ പേനയാണെങ്കിൽ പോലും നല്ല നിലയിൽ സംസ്കരിക്കണം. അത് ഇൽമിന്റെ അടയാളമാണ്. ബഹുമാനിക്കാതെ ഇൽമു വരൂല, ആദരവിൽ നിന്നല്ലാതെ ഇൽമു വരൂല. ഇൽമിന്റെ ശിആറുകളെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് ബുഖാരിയുടെ രചന കഴിഞ്ഞിട്ട് മദീനയിൽ വന്ന് റൗദാ ശരീഫിന്റെ അടുത്ത് ആ സഹീഹ് ബുഖാരി എന്ന കിതാബ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് റൗദയിൽ നിന്ന് നിബിധങ്ങളുടെ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തു നിന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മദീനയിലെ റൗദാ ശരീഫിന്റെ പുറത്തുള്ള മസ്ജിദുൽ ബുഖാരി എന്ന പ്രസിദ്ധമായ പള്ളി. അപ്പൊ ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ബഹുമാനിക്കുക എന്നതാണ്. പാഠപുസ്തകത്തെ ബഹുമാനിക്കണം, ഡിക്ഷണറിയെ ബഹുമാനിക്കണം, പാഠപുസ്തകം വെക്കുന്ന സ്റ്റാൻഡിനെ ബഹുമാനിക്കണം, വിദ്യാലയത്തെ ബഹുമാനിക്കണം. രണ്ടാമത്തേത് ഗുരുനാഥനെ ബഹുമാനിക്കണം. ഇൽമിൽ ബർക്കത്തുണ്ടാവാൻ കുറെ പഠിക്കലല്ല, പഠിച്ചത് ഉപകാരപ്പെടാൻ വേണ്ടത്. കുറേ പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ചത് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണം. ഗുരുനാഥന്മാരെ ആദരിക്കാതിരുന്നാൽ 3 വിപത്തുകൾ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. രണ്ടാമത്തേത് ഭക്ഷണം തടയപ്പെടും. മൂന്നാമത്തേത് ആത്മഹത്യ ചീത്തയായി മരിക്കും. അപ്പൊ ഗുരുനാഥന്മാരെ ബഹുമാനിച്ചവർക്ക് ഈ 3 ഗുണം ഉണ്ടാവും ചെയ്യും. അതന്നെ. അതുകൊണ്ട് ഗുരുവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. മഹാനായ സയ്യിദുനാ ഇമാമുനാ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയില്ല എന്നാണ്. അബൂ ഹനീഫ ഇമാമ് ഉസ്താദിന്റെ നേരെ കാൽ നീട്ടിയില്ല എന്നല്ല, ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാമിന്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകളുടെ അപ്പുറത്താണ് ഉസ്താദിന്റെ പെരണ്ടായിരുന്നത്. എന്നിട്ട് പോലും മഹാനവറുകൾ മൂപ്പരെ വീട്ടിലിരുന്നിട്ട് ഉസ്താദിന്റെ പെരന്റെ നേരെ കാൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ ഓരോ വലുതായതും ബഹുമാനം കൊണ്ടല്ലാതെ ആരും വലുതായിട്ടില്ല. ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് തഅലീമു മാ അള്ളമല്ലാഹ്, അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. വിദ്യാർത്ഥികാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നല്ലതിനെയും നല്ലവരെയും ബഹുമാനമില്ല എന്നതാണ് പ്രശ്നം. നമ്മളെ ഏറ്റവും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതാണ്. നല്ലതിനെയും നല്ലവരെയും ബഹുമാനിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിദ്യാർത്ഥികാർക്ക് ഒരു സാധാരണ എല്ലാവരുമായുള്ള ഒരു മനുഷ്യൻ മാത്രമായിട്ടാണ് തോന്നിയത്. നമ്മൾ മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് താഴെയും അവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ 1 ഇൽമിന്റെ ശിആറുകളെ ബഹുമാനിക്കണം, 2 ഗുരുനാഥന്മാരെ ആദരിക്കണം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. മൂന്നാമത്തേത് ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. ഉള്ളതിനനുസരിച്ച് അമൽ ചെയ്യുമ്പോഴേ ഇൽമിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ഇൽമാണോ നമുക്കുള്ളത് ആ ഇൽമിനനുസരിച്ച് അമൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത വഴികളിലൂടെ അവനിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുമെന്നാണ്. ബറക്കത്തില്ലാത്ത ഇൽമ് ന്യായം പറയാൻ മാത്രമാണ് ഉപകാരപ്പെടുക.
ആയുസ്സിലെ ബറക്കത്ത്. റസാനി ഇമാം റളിയല്ലാഹു അൻഹു 55 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ആകെ 55 അല്ല. എന്നിട്ടോ എന്ന് ചോദിച്ചാല് എന്താ മൂപ്പരുടെ ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടി വരും. റസാനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത് എന്ന കർമ്മശാസ്ത്രത്തിലെ ഒരു കിതാബുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് നോക്കിയാൽ അത് നോക്കി തീരൂല എന്നാണ്. അത്രയും കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ആകെ 55 വയസ്സാണ്. അതാണ് ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ദീർഘകാലം ജീവിച്ചവരുണ്ട്. റസൂലുള്ളാഹി 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അന്ന ഹബ്ബാനി ബുസ്സതലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു ശബീഉനാ റസൂലുള്ളാഹി. ആയുസ് ദീർഘമാവാൻ, ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ കുടുംബബന്ധം ചേർക്കണം. വലിയൊരുനാളും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിട്ട് പോലും കാരണവരെ വരേക്ക് പോയിട്ടില്ല. 25ാം വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിട്ട് 5ന്റെ വരേക്ക് കടന്നിട്ടില്ലെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. കുടുംബബന്ധം ചേർക്കലാണ് ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ടത്. ഭക്ഷണം വിശാലമാകാൻ ചെയ്യേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ വഴികളെയും നോക്കണം എന്നുള്ള ആശയമാണ് ഞാൻ പറയുന്നത്. അപ്പോ മുഅ്മിനീങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ആയുസ് തോന്നുണ്ടാണ് നല്ലത് തന്നെ. 25 കൊല്ലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ 25 കൊല്ലം തന്റെ ഉമ്മയുടെ അടുക്കൽ താമസിച്ചുകൊണ്ട് ഇൽമു പഠിച്ചു എന്നാണ്. പിന്നീട് 25 കൊല്ലം നാട് വിട്ടുപോയി ഇൽമു പഠിച്ചു. 40 വർഷം മഹാനായ റസൂലുള്ളാഹി വഅദ് പറഞ്ഞിട്ടുണ്ട്. 40 കൊല്ലം. 65 കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. വഅദ് പറഞ്ഞ 40 കൊല്ലം, വിദേശത്ത് പഠിക്കാൻ പോയ 25 കൊല്ലം, 65 കൊല്ലം, 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോ അവര്, ഇരിയെന്നായകൽ കേട്ടാരേ ഇരുന്നോ അവര്. 40 ആണ്ടോളം വഅദ് പറഞ്ഞോ അവര്, നന്നായി 90 കൊല്ലം ഇരുന്നോ അവര്. 90 വർഷമാണ് ജീവിച്ചത്. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളത് നല്ലത് തന്നെയാണ്, കുഴപ്പമുണ്ട് എന്നല്ല. അതേ സമയത്ത് കുറച്ചു കാലം ജീവിച്ചാലും മതിയാവും. ആയുസ്സിൽ ബറക്കത്തുണ്ടെങ്കിൽ കുറേ ആളുകളെ നമുക്ക് നിരക്ക് കാണാം. കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഉള്ള കാലം കൊണ്ട് ചെയ്ത അമലൊക്കെ കൂടി വേറൊരാൾ ചെയ്യാൻ നോക്കിയാൽ 2 ആയുസ്സുണ്ടായാലും കഴിയില്ല എന്നതാണ്. അതാണ് ആയുസ്സിലെ ബറക്കത്ത്, സമ്പത്തിലെ ബറക്കത്ത്. മുതലിൽ ബറക്കത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ കാര്യം മാത്രം മതി സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ. ഒരേ ഒരു കാര്യം. എന്താണ് ആ കാര്യം? സമ്പത്തിൽ ഏറ്റവും ബറക്കത്തിനായ ആള് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസയിൽ ഏറ്റവും ബറക്കത്തിനായ ഒരു മനുഷ്യൻ. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സഹാബ യുദ്ധഫണ്ടിലേക്ക് എല്ലാവരും കാര്യമായിട്ട് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം ഞാൻ തരാന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഇരിക്കുകയായിരുന്നു. വയത് പിന്നെയും തുടർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത് ഒന്നിച്ചിട്ട് പറഞ്ഞു, 100 ഒട്ടകവും അവർക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം കാര്യം തരാം. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ്. എന്നും സംഖ്യ ഒരേ മാതിരി അല്ലാന്നാണ്. മുമ്പൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയി നിന്ന് ലോട്ടറിയുടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. 1,00,000 രൂപയും മാരുതി കാറും നാളെ നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് തന്നെയാണ് നാളെ തന്നെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്, ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് ചെലവഴിച്ചാലും തീരാത്ത 1,00,000 രൂപയും മാരുതി കാറും നാളെ നിങ്ങൾക്കാണ്. ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ചെലവഴിച്ചാൽ തീരാത്ത 1,00,000 രൂപ. നേരങ്ങളിൽ കുട്ടികളെത്തുന്ന ഹോട്ടലിൽ കയറി ഇറങ്ങണമെങ്കിൽ ആണ് 1,00,000 രൂപ. എല്ലാ കാലത്തും സംഖ്യ ഒരേമാതിരിയല്ല. അന്ന് അങ്ങനെയാണ്. ഇതിപ്പോ എന്റെ ചെറുപ്പത്തിൽ കേട്ടൊരു അനൗൺസ്മെന്റ് ആണ്. സൈക്കിളും അങ്ങനെ മൈക്കൊക്കെ വെച്ചെത്തിയിട്ടുള്ള ഇന്നേക്കാൾ വയസ്സുള്ള ഒരു അയക്കും വലിയ അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ 1000 കൊല്ലം ബാക്കുകൾ കൂട്ടിയിട്ട് 100 ഒട്ടകം കിട്ടി.
അതാണ് ഞാൻ തരാന്ന് പറഞ്ഞത്. പോരാത്ത രണ്ടാമത് വെച്ചിട്ട് പിന്നെയും പറയണം. ഇതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വാപ്പാക്ക് പുതിയ ഹൈവേന്റെ വക്കത്ത് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവുന്നുണ്ട്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻസാരിയല്ല, മുഹാജിറാണ്, മദീനക്കാരനല്ല. മക്കത്ത് ഊരമ്മ രണ്ട് കാല് മാത്രം വെച്ചിങ്ങാണ്ട് നടന്നുങ്ങാണ്ട് കയ്യും വീശിയിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്ത് ഇങ്ങനെ കൊടുക്കാൻ മാത്രം ഉണ്ടായത് എന്നുള്ളതിന് രണ്ട് ഉത്തരം. ഒന്ന്, കൊടുക്കാനുള്ള മനസ്സുണ്ടായപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി. കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള പൈസ ഉണ്ടാവും, വിചാരിച്ചിട്ടില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായ അഫ്ഫാൻ എന്ന് പറയുന്ന ആള് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് കാരണം. വാപ്പാന്റെ ദാനശീലമാണ് മകന് പൈസ ഉണ്ടായതിന്റെ കാരണം. അതുകൊണ്ട് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ദാനശീലം. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് മനസ്സുണ്ടായാൽ മതി. ദാനം കൊടുക്കാൻ കൊടുത്തോ കൊടുത്തില്ല എന്നല്ല, കൊടുക്കാൻ ബോധ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കൊടുക്കാതിരിക്കൽ രണ്ടാമത്തെ കാര്യമാണ്. ദാനശീലം മനസ്സുണ്ടെങ്കിൽ നടക്കുവാൻ കുറെ പൈസ ഒന്നും വേണ്ട. ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഒരു കസാലയിൽ ഇരുന്ന് വേറൊരു കസാലയ്ക്ക് കാലും വെച്ചിങ്ങനെ ഇരിക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. ജനലിന്റെ കൂടെ നോക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി. അതിൽ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യന്റെ കാഞ്ചിന് നയാ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിട്ട് വാപ്പോടെ ഇല്ലാന്ന് പോയി പറഞ്ഞോളാം. അങ്ങനെ കുട്ടി പോയിട്ട് പറഞ്ഞു വാപ്പോടെ ഇല്ലാന്ന്. അയാൾ അങ്ങനെയാണ് പോവും. റമദാൻ മാസത്തിലെ ദൂരസ്കാരം കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിലെ കസേരയിൽ നിന്ന് ചാരി ഇരിക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. ജനലിന്റെ കട്ട നീക്കിയിട്ട് നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാന്ന് മനസ്സിലായി. വല്യമ്മക്ക് ഗോരോജനാദി ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പൈസയിന്ന് 5ന്റെ ഒരു പൊട്ടനെടുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് ഓന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല മോനെ, എന്നാലും റമദാൻ മാസത്തിൽ നമ്മളിന്ന് എന്തേലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാള്. വാപ്പാന്റെ കുട്ടി ഇതം കൊണ്ടേ കൊടുത്തതാന്ന് പറഞ്ഞ് കൊടുത്തയച്ചാൽ ആ മകന് പഠിക്കുന്ന സ്വഭാവത്തിന്റെ പേരാണ് ദാനശീലം. സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ദാനശീലമാണ് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാനുള്ള കാരണം. അതുകൊണ്ട് മതിലിൽ ബറക്കത്തുണ്ടാവാനാകെ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ദാനശീലമാണ് സമ്പത്തിനെ വളർത്തുന്നത്. ഹലാലും ത്വയ്യിബുമായ വിശ്വകളിലെ മുസ്ലിമും മോമിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകുന്നുണ്ടോ, ഓന്റെ ഏതെങ്കിലും 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ ധർമ്മിഷ്ഠനായി കഴിഞ്ഞു പോയിട്ടുണ്ടാകുമെന്നതാണ് അതിന്റെ അടിസ്ഥാനം. മനസ്സിലായോ എന്നറിയാൻ ഞാൻ പറഞ്ഞത്. ഹലാലായ വഴിയിലൂടെ മുസ്ലിമും മോമിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുതലാളിയാകുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കയ്യഴിഞ്ഞ് ധർമ്മം കൊടുക്കുന്ന ആൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ്. ഒരു മനുഷ്യൻ ധർമ്മസ്ഥനാണെങ്കിൽ അവന്റെ 7 തലമുറ പിന്നിടുന്നതിന് മുമ്പ് 10 മടങ്ങായി അള്ളാഹു അത് തിരിച്ചു കൊടുക്കുന്നതാണ്. എവിടെണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം? മൂസ നബി അലൈഹി ഇസ്ലാമും ഖിദർ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്തു. അങ്ങനെ മതിൽ നന്നാക്കി കൊടുത്തപ്പോ മൂസാ നബിക്ക് ദേഷ്യം വന്നു. എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് കരാറ് പറഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോ ഖിദർ അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾക്കറിയോ ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളെ മതിലാണ്. അതിന്റെ താഴെ അവർക്കുള്ള ഒരു പൈസ ഉണ്ട്. പോലെ വാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞോളൂ തഫ്സീറിലുണ്ട്. ഈ പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പല്ല, 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദാനം ശീലമാക്കിയാൽ മതിയാവും. നമ്മള് മാത്രല്ല, നമ്മളെ മക്കളെയും കൂടി പഠിപ്പിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോ കുട്ടികളെടുത്ത് കൊടുത്തേക്കാം. ഇതാണ് കൊണ്ടേ കൊടുത്താൽ പറയാം.
പെട്ടിയിലെ പൈസ ഇടുമ്പോൾ നമ്മളുടെ വേറെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഇതെന്ന് പറയാം. കുട്ടികൾക്ക് ദാനശീലം പഠിപ്പിക്കണം, അവർ സമ്പന്നന്മാരായിരിക്കും. ഒരു മഹല്ലത്തിൽ ആളുകൾ സ്വതക്ക കൊടുക്കുന്നവരാണെങ്കിൽ ആ മഹലിൽ എല്ലാവർക്കും പൈസ ഉണ്ടാവുന്നതാണ്. ചില നാട്ടിൽ പിരിവ് നല്ലോണം വിജയിക്കും, ഒരുക്കെല്ലാം പൈസ ഉണ്ടാവും. കാരണം എന്താ? സ്വതക്കയാണ് ശരിക്കും സമ്പത്തിനെ വളർത്തുന്നത്. പലിശക്ക് 100% പലിശക്ക് വിചാരിച്ചോളി, പരമാവധി പലിശ 17% ബാങ്കിൽ. 100% പലിശ ഉണ്ടെങ്കിൽ എന്നാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം ഉള്ളൂ. സ്വതക്കത്ത് 1 ലക്ഷത്തിന് 10 ലക്ഷം. അല്ല ഹസനത്ത് അശ്രീ അംസാരിയാന്ന് ഞാൻ പറഞ്ഞല്ല, മുഖ്യമന്ത്രി പറഞ്ഞാണ് സ്വന്തം ഒരു നന്മ അതിന്റെ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫാത്തിമ ബീവിക്ക് പനി ഉണ്ടായി. ഫാത്തിമ ബീവിക്ക് പനി ഉണ്ടായിട്ട് പനി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാനുള്ള പൂതി ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാണ്. ഭക്ഷണത്തെ വിളമ്പിയിട്ട് കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫാത്തിമ അങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഒരു ഉറുമാമ്പഴം തിന്നാൻ വല്ലാത്തൊരു പൂതി ഉണ്ട്. അതിൽ അലിയാരെ പോക്കറ്റിൽ ഒരു ഉറുമാമ്പഴം വാങ്ങാനുള്ള പൈസ ഉണ്ട്. മുഖാവിന് വേഗം ഇറങ്ങിയിട്ട് അങ്ങാടി പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് ജയിൽ മോചിതനായി വരുന്ന ഒരാളെ കണ്ടു. ജയിലിൽ നിന്ന് മോചിതനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അലിയാരെ കണ്ടപ്പോ അയാൾ ചോദിച്ചു, അലിയാരെ വിശന്നിട്ട് വയ്യ, എന്തേലും തിന്നാൻ പറ്റിയതുണ്ടോ എന്ന് ചോദിച്ചു. കീസിലൊരു ഉറുമാമ്പഴം ഉണ്ട്. മുഖരിങ്ങനെ ആലോചിച്ചു, ഫാത്തിമാക്ക് കൊടുക്കണോ ഇയാൾക്ക് കൊടുക്കണോ? ഫാത്തിമാക്ക് വിശന്നിട്ടല്ല, ഫാത്തിമാക്ക് പൂജയിട്ടാണ്, ഇയാൾക്ക് വിശന്നിട്ടാണ്. അതുകൊണ്ട് വിശപ്പിന് 1ാം സ്ഥാനം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അയാൾ കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ ഇല്ല. അലിയാര് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഫാത്തിമ ചോദിച്ചു, പോയ മായിരല്ലോ വന്നത്, മോത്ത് നോക്കുമ്പോ എന്തോ ഒരു ബിംബിഷ്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മോത്ത് ബിംബിഷ്ടം ഉണ്ടെങ്കിൽ ഭാര്യമാർക്ക് ആദ്യം മനസ്സിലാവുമല്ലോ, അവള് മനസ്സിലായി. അപ്പോ അലിയാര് പറഞ്ഞു, സംഗതി ഇതിനോട് ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ഒരു ഉറുമാമ്പഴം വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു കീശയിൽ. ഞാനതെറ്റി ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് ജയിൽ മോചിതനായ ഒരാൾ കണ്ടു. അയാൾ ഭക്ഷണം കഴിച്ച ദിവസങ്ങളോളമായി എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന പറഞ്ഞാണ്ട് അയാൾക്ക് അതൊന്നും കൊടുത്തു. രണ്ടാമത് വാങ്ങാനുള്ള പൈസ ഉണ്ടായില്ല. അതിന്റെ ഒരു വിഷമാണ് പറഞ്ഞപ്പോ ഫാത്തിമാവി പറഞ്ഞു, നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് അല്ലാത്ത ഇടങ്ങളുണ്ടാവുക, കൊടുത്തോണ്ട് നല്ല റാഹത്തായി എന്ന് പറഞ്ഞിരിക്കുമ്പോ അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കീസയുണ്ട്. അത് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ ഇത് ഒരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ്, ഉറുമാമ്പഴാണ്. അലിയാര പീസ വാങ്ങിയിട്ട് എണ്ണി വെക്കുമ്പോ 9 ഉറുമാമ്പഴം ഉണ്ടായി. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അംർ ഇബ്നു അസ് പറഞ്ഞു, നിങ്ങൾക്കുള്ളതന്നെയാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചാണ് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയുമില്ല. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്നാണ് മുത്തനബി പറഞ്ഞിട്ടുള്ളത്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, എനിക്കുള്ളതാണെങ്കിൽ 10 ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു ഒന്നിട്ട് കണ്ട് പിന്നിൽ കുടിച്ച് നമ്മുടെ കൊടുത്തിട്ട് പറഞ്ഞു, 10 ഇട്ടോളൂ, ഇങ്ങോട്ടുള്ളതന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ സമയമുണ്ട്, കൊടുത്തേക്ക് തന്നെ വൈകുന്നേരം പോകുന്നത് കിട്ടാന്നല്ല, പിന്നെ 10 തലമുറ പിന്നിടുന്നതിന് മുമ്പാണ്. 10 തലമുറ പിന്നിടുന്നതിന് മുമ്പ് തരുന്ന അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുന്ന ചെയ്യും. തരാനില്ലാത്തോ പറഞ്ഞതല്ല, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. തരും പറഞ്ഞാൽ തരും. അതുകൊണ്ട് സമ്പത്തിലെ ബർക്കത്ത് എന്ന് പറയുന്നത് ദാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ധാരാളം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇതേമാതിരി മുഹാജിറാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതാണ്. മക്കത്ത് നിന്ന് മദീനയിലേക്ക് വന്നപ്പോ മക്കത്ത് വന്ന ആൾക്കാരൊക്കെ ലഭിതങ്ങൾ മദീനയിലെ ഓരോ ആൾക്കാരും വീട്ടിൽ ഏൽപ്പിച്ചു കൊടുക്കലാണ് ആദ്യം ചെയ്തത്. അങ്ങനെ മഹാനവറുകളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഒരു അൻസാരിയായ ആള് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തതിന് ശേഷം പറഞ്ഞു, എനിക്ക് 2 ഈത്തപ്പനത്തോട്ടുണ്ട്, നാളെ നേരം പുലർന്നാല്
ഇന്റെ 2 ഈത്തപ്പനത്തോട്ട് നീ ഒന്ന് നടന്ന് കാണണം. ഏത് തോട്ടമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ തോട്ടം നിനക്ക് തരാമെന്ന് പറഞ്ഞു. പിന്നൊരു കടന്ന കാര്യം കൂടി പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയെ ഞാൻ മൊഴിയെത്തി എനിക്ക് കെട്ടിച്ചേരാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും വേണ്ട, നിങ്ങളെ തോട്ടവും വേണ്ട, എനിക്ക് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന ഒരു സ്ഥലം കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അൻസാരി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കച്ചവടം നല്ലുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. മക്കത്തുനിന്ന് വന്നപ്പോൾ ബാക്കിയുള്ള ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് മൂപ്പര് ആ സ്ഥലത്ത് വന്ന് അവല് വിരിച്ചിങ്ങാണ്ട് അതിന് വെച്ചിട്ട് ഇങ്ങനെ വിൽക്കാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ വന്നിട്ടു, ഇത് വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വില എന്ന് ചോദിച്ചു. വാങ്ങിയതിനേക്കാൾ ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു. അയാളത് വാങ്ങിക്കാണ്ട് പോയി. അതും കൂടി കൂട്ടിയിട്ട് വേറൊരു സാധനം വാങ്ങി തോർത്തുകൊണ്ട് വിരിച്ചിങ്ങാണ്ട് അതിനെ ഇരിക്കാൻ ഒരുങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരാൾ വന്നാണ്ട് ചോദിച്ചു, ഇത് കൊടുക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു. അത് വാങ്ങിയാണ്ട് അയാൾ കൊണ്ടുപോയി. അതും കൂടി കൂട്ടിയിട്ട് വേറെ സാധനം വാങ്ങി പുതപ്പി ഇടിച്ചിങ്ങാണ്ട് അതിലിരുന്നു. അങ്ങനെ കച്ചവടം നടന്നിട്ട് മലഞ്ചെരിവ് മുഴുവൻ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകങ്ങളും ആടുകളും പശുക്കളെ കൊണ്ട് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആ 9 ഭാര്യമാരുടെയും മുഴുവൻ ചെലവുകളും നടത്തിയിരുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മക്കത്ത് കൈ വീശിക്കാണ്ട് പോകുന്നതാണ്. എന്തേ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഓസിക്ക് കിട്ടിയത് വേണ്ടെന്ന് പറഞ്ഞുള്ളതാണ്. ഞാൻ കുറെ ആലോചിച്ച് നോക്കി, ഇതിന്റെ BPL കാർഡിന് വഴി നിൽക്കുന്ന എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ഒരാള് നമ്മളോട് അന്ന ദരിദ്രനാക്കി തരാം ഒരു ഫോം പൂരിപ്പിച്ചെന്നാൽ നമ്മൾ കൊടുക്കേണ്ടതല്ല ആവശ്യമില്ല. ഒരാള് നമ്മളോട് അന്ന മുതലാളി ആക്കി തരാം ഒരു ഫോം പൂരിപ്പിച്ചെന്നാൽ എന്നാൽ കൊടുത്തു നോക്കേ. കുറെയൊക്കെ നമ്മളെ പ്രശ്നം നമ്മൾ ദരിദ്രന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളൊന്ന് വലുതായി ആഗ്രഹിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എപ്പോഴും വലുതായി ചിന്തിക്കുക, ബറക്കത്തിനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം. മാലിലെ ബറക്കത്ത്, വാഹനങ്ങളിലെ ബറക്കത്തുണ്ട്. വാഹനത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി സഹായിക്കലാണ് വാഹനങ്ങളിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായാൽ വാഹനത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അത്യാവശ്യം ഒരിക്കലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ വൈക്ക് വണ്ടി നിൽക്കുകയാണെങ്കിൽ വേഗം കിട്ടിയ കാര്യത്തിൽ കൊടുത്തിട്ട് വേറെ വാങ്ങാം. വണ്ടി നമ്മൾ വാങ്ങിയത് കേടൊരു വണ്ടി കേടില്ലാതിരിക്കൂല, പക്ഷെ വൈക്ക് വെക്കാൻ പാടില്ല. കേടിന് ഒരു അഡ്രസ് കൊണ്ടുണ്ടായിരിക്കണം. അല്ലാതെ അത്യാവശ്യം കല്യാണം വരാൻ പോകുമ്പോൾ വൈക്ക് നിന്നാൽ, മരിച്ചോട്ടി പോകുമ്പോൾ വൈക്ക് നിന്നാൽ ആ വണ്ടി പിന്നെ പറ്റില്ല. അത് ആ സാധനത്തിൽ ബറക്കത്ത് കുറയുന്നു എന്നതിന്റെ അടയാളമായി കണക്കാക്കാം. അപ്പൊ എന്ത് വേണം? കൊടുത്തിട്ട് വേറെ എടുക്കണം. വാഹനത്തിൽ ബറക്കത്ത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് വാഹനമാണ്. അതുകൊണ്ട് ബറക്കത്തുള്ള വാഹനമാണ് ഉപയോഗിക്കേണ്ടത്, ബറക്കത്തില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ല. വീടുകളിൽ ബറക്കത്തുണ്ടാവാൻ അൽബക്കർ റസൂലുള്ളാഹി പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യനല്ലാത്ത ജീവികളെ വളർത്തുന്നത് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ നല്ലതാണ്. വയസ്സായ ആളുകൾ വീട്ടിലുണ്ടാകുന്നതും ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടാകുന്നതും വീടിന്റെ ബറക്കത്താണ്. ചെറിയ കുട്ടികൾ വരെയുണ്ടെങ്കിൽ ബറക്കത്ത് കൂടുതലുണ്ടാവും. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസുബിയത്തും മിനൽ യതാമാ റുല്ലഹു വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുക്കഉ സുബ്ബ അലൈകുമുൽ അദബുൽ ലൗജഉ. ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ബറക്കത്തുണ്ടാവും. പ്രായമായ ആളുകളുള്ള വീട്ടിൽ ബറക്കത്തുണ്ടാവും. മനുഷ്യനല്ലാത്ത ജീവികൾ, വളർത്തു ജീവികൾ ഉള്ള വീട്ടിൽ ബറക്കത്തുണ്ടാവും. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും സാധനം വിലയിലുമാണ്. പൈസ ഉള്ള ഒരു ആടിനെയാണ് വളർത്തേണ്ടതെന്നും പൈസ ഇല്ലാത്ത ഒരു കോഴിനെയാണ് വളർത്തേണ്ടതെന്നും ഹദീസിലുണ്ട്. ധനമുള്ള ഒരു ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറാഇനോടുള്ള കോഴി വളർത്തലാണ്. ഇത് കാണുവാൻ ഇബ്നു മജനി നോക്കലാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്നും ആ കോഴിയോട് നല്ല ഇഷ്ടമായിരുന്നു എന്നും ഹദീസിലുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബറക്കത്തിന്റെ എല്ലാ വഴികളെയും നമ്മൾ നോക്കണം, അത് സ്വീകരിക്കണം. അല്ലാഹു റജബിലും ശഅബാനിലും നമുക്ക് ബറക്കത്ത് നൽകട്ടെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم اغفر لنا ولوالدينا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولمن أوصانا ولمن أعاننا يا رب العالمين. اللهم بارك لنا في اجتماعنا هذا، افتح لنا أبواب الخير والقوة والبركة والسلامة والعافية، إنك على كل شيء قدير وبالإجابة جدير. اللهم اغفر لنا ولمن ماتوا من آبائنا وأمهاتنا، حسن مرادنا ومراد من أوصانا، بلغ آمالنا واقض ديوننا. اللهم بلغ آمالنا يا رب العالمين. تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.